هدى للناس وبينات من الهدى والفرقان، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا استجيبوا لله وللرسول إذا دعاكم لما يحييكم، واعلموا أن الله يحول بين المرء وقلبه وأنه إليه تحشرون. വേദിയിൽ ഭൂഷ്ഠരായ പ്രഗത്ഭരായ വ്യക്തിത്വങ്ങളെ, ഏറെ സ്നേഹബഹുമാനം നിറഞ്ഞ പ്രിയമുള്ള കാരണന്മാരെ, സഹോദരി സഹോദരന്മാരെ, അൽഹംദുലില്ലാഹ് അല്ലാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ ഈ റമദാൻ ഇതുവരെ ജീവിക്കാൻ, ആഫിയത്തോടെ ജീവിക്കാൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് തന്നിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. ഏറ്റവും ശ്രേഷ്ഠമായ പുണ്യ ദിവസങ്ങൾ, വളരെ പരിമിതമായ ദിവസങ്ങളാണ് ഇനി മുന്നിലുള്ളത്. ഒരുപക്ഷെ അടുത്ത ഞായറാഴ്ച അവസാന നോമ്പായിരിക്കാൻ സാധ്യതയുണ്ട്. ഉള്ള ഈ ഒരാഴ്ച സമയം ഏറ്റവും ശ്രദ്ധയോടുകൂടെ മുന്നോട്ട് ചലിപ്പിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നാളെ അല്ലാഹുവിന്റെ മുമ്പിൽ വിലപിക്കാൻ, സങ്കടപ്പെടാൻ, ഒന്ന് ഒരൽപ്പ കൂടെ സമയം കിട്ടിയിരുന്നെങ്കിലെന്ന് വിലപിക്കുന്ന ആളുകളായി മാറാതിരിക്കാൻ ഉള്ള അവസരം ഉപയോഗപ്പെടുത്തണമെന്നും ആമുഖം എന്നോടും സൂചിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, മതത്തിനോടുള്ള നീരസങ്ങൾ ആളുകളുടെ മനസ്സുകളിൽ പല രീതിയിലൂടെയാണ് കടന്നു വരുന്നത്. ഇപ്പൊ നമുക്കറിയാം, ഏറ്റവും പ്രബലമായി ഒരുപാട് കാലം നമ്മുടെ നാളുകളിൽ നിരീശ്വരവാദത്തിന്റെ ആളുകൾ മതമില്ല, ദൈവമില്ല എന്ന് പറഞ്ഞ് ഒരുപാട് സംവാദങ്ങളും ഡിബേറ്റുകളും പ്രചരണങ്ങളൊക്കെ നടത്തി. പക്ഷെ അതുകൊണ്ടൊന്നും അവർക്കതിന്റെ അനുയായികളെ വളർത്തിയെടുക്കാൻ സാധ്യമാവാതെ വന്നപ്പോഴാണ് പുതിയ ഒരു രൂപത്തിൽ ഫ്രീ തിങ്കേഴ്സ് എന്ന പേരിൽ ഇത് കടന്നു വരുന്നത്. സ്വതന്ത്ര ചിന്താഗതിയുടെ വക്താക്കളായി ഇതിന്റെ ആളുകൾ കടന്നു വന്നപ്പോ സ്വാഭാവികമായും അതിന് മതമൊരു പ്രശ്നമല്ല എന്നും, യോളോ യു ഓൺലി ലീവ് വൺസ്, ജീവിതം ഒന്നേ ഉള്ളൂ, അത് അടിച്ചു പൊളിക്കാനുള്ളതാണ്. അത് ചെറിയ പുതിയ തലമുറകൾക്കിടയിൽ സ്വാധീനമുണ്ടായപ്പോ അതിന് തടസ്സമായി മതം വരുന്നു എന്ന് കണ്ടപ്പോൾ കുട്ടികളൊക്കെ മതത്തിനോട് എതിരാവാൻ തുടങ്ങിയ ഒരു പശ്ചാത്തലങ്ങളാണ് പിന്നീട് കണ്ടത്.
അത് മതത്തിന് പുറത്തു നിന്നുള്ള മതനീരസങ്ങളാണെങ്കിൽ, മതത്തിന്റെ അകത്തുകൂടെ കടന്നു വരുന്ന ചില വിഷയങ്ങളാണ് എടത്തനാട്ടുകരയിലെ ആളുകളുടെ മനസ്സുകളിൽ ഇട്ടുതരാനുള്ളത്. പ്രമാണങ്ങളെ ഇല്ല എന്ന് നിഷേധിക്കില്ല, എന്നാൽ പ്രമാണങ്ങൾ ഉണ്ട് എന്ന് വാദിക്കുകയും ആ പ്രമാണങ്ങൾ ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല, ഞങ്ങളുടെ കേവല മനുഷ്യബുദ്ധികൾക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല എന്ന ഒരു അപകടകരമായൊരു സാഹചര്യം മുസ്ലിം സമൂഹത്തിലും വിശിഷ്യ നമ്മളിൽപ്പെട്ട പല ആളുകൾക്കിടയിലും കടന്നു വരുമ്പോൾ, പ്രമാണങ്ങളിൽ ഇസ്ലാമിന്റെ സമീപനങ്ങളെ മനസ്സിലാക്കാൻ, നാളെ പരലോകത്തിലേക്ക് രക്ഷപ്പെടാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല 3 കാര്യങ്ങൾ നമ്മളുടെ മനസ്സുകളിൽ ഉണർത്തിയ ഒരായത്താണ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ ഒരു മാർഗമേ ഉള്ളൂ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു നേർരേഖ സഹാബത്തിന്റെ മുന്നിൽ വരച്ചിട്ട് പറഞ്ഞു, ഹാദിഹി സബീൽ, ഇതെന്റെ മാർഗമാണ്, ഈ മാർഗത്തെയാണ് നിങ്ങൾക്ക് സ്വീകരിക്കാനുള്ളത്. അതിനെയാണ് നമ്മൾ സിറാത്തുൽ മുസ്തഖീം എന്ന് നാമകരണം ചെയ്തത്, നേരായ പാത. അതിന്റെ വലത്തോട്ടും ഇടത്തോട്ടും ഇങ്ങനെ ചെറിയ ചെറിയ വരകൾ വരച്ച് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, വലാ തത്തബിഉസ് സുബുൽ, ഈ മാർഗത്തെ ഒന്നും നിങ്ങൾ പിന്തുടരാൻ പാടില്ല. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗത്തിലേക്ക് എത്താൻ കുറുക്കുവഴികളില്ലേ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏതൊരു മാർഗത്തെ പഠിപ്പിച്ചുവോ ആ മാർഗത്തെ പിന്തുടരല്ലാതെ അവിടെ കേവലം മനുഷ്യന്റെ എന്റെ ഇത്തിരിപ്പോന്ന ബുദ്ധിക്ക് അള്ളാഹുവിന്റെ ഇൽമു മുഴുവൻ എനിക്ക് മനസ്സിലാക്കപ്പെടണമെന്ന് പറഞ്ഞാൽ അത് യാഥാർത്ഥ്യമല്ല, നടക്കാവുന്ന വിഷയമല്ല. കാരണം നമ്മുടെ അറിവുകളും നമ്മുടെ ചിന്തകളും പരിമിതികളാണ്. ഇസ്ലാമിലെ നോക്ക്, അക്കല് നക്കലിനെ മുൻകടക്കാൻ പാടില്ല എന്നുള്ളതാണ് അതിന്റെ അടിസ്ഥാനം. അക്കല് പറഞ്ഞ ബുദ്ധി, നക്കല് പ്രമാണങ്ങളാണ്. ബുദ്ധി പ്രമാണങ്ങളെ മുൻകടക്കാൻ പാടില്ല. പ്രമാണം പഠിക്കാനാണ് ബുദ്ധി വിനിയോഗിക്കപ്പെടേണ്ടത് എന്ന യാഥാർത്ഥ്യം കൂടെ മനസ്സിലാക്കണം. അല്ലാഹു തആല വിശ്വാസികളോട് പറയാം, യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ വിശ്വാസികളായ ആളുകളെ, ഇസ്തജീബൂ ലില്ലാഹി വലിറസൂൽ, അല്ലാഹുക്ക് നിങ്ങൾ ഉത്തരം കൊടുക്കണേ, അവിടുത്തെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും നിങ്ങൾ മറുപടി കൊടുക്കണമെന്നാണ്. ഇദാ ദഅാകും ലിമാ യുഹീകും, നിങ്ങളെ ജീവിപ്പിക്കുന്ന ഒന്നിലേക്ക് ലോകത്തിന്റെ പ്രവാചകൻ നിങ്ങളെ വിളിച്ചു കഴിഞ്ഞാൽ ആ വിളിക്ക് നിങ്ങൾ ഉത്തരം നൽകണമെന്നല്ലാഹ്. വഅലമൂ അന്നല്ലാഹ യഹൂലു ബൈനൽ മർഇ വഖൽബി, ഒരു മനുഷ്യന്റെ ഹൃദയത്തിനും ആ മനുഷ്യനുമിടയില് മറയിടുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയുന്നുണ്ട്. വഅന്നഹു ഇലൈഹി തുഹ്ശറൂൻ, നിങ്ങളും അല്ലാഹുവിലേക്ക് മടങ്ങാനുള്ളവർ തന്നെയാണ്. 3 കാര്യം അല്ലാഹ് ഈ ഒരൊറ്റ ആയത്തിൽ പറഞ്ഞു. ഒന്നെന്താണ്? അല്ലാഹുവിന്റെ റസൂൽ നിങ്ങളെ ജീവിപ്പിക്കുന്ന, നിങ്ങളെ നാളെ പരലോകത്ത് വിജയം നൽകാൻ കഴിയുന്ന ജീവസുറ്റൊരാശയത്തിലേക്ക് പ്രവാചകൻ നിങ്ങളെ വിളിക്കുമ്പോ അള്ളാഹുവിനും റസൂലിനും ആ വിളിക്ക് നിങ്ങൾ ഉത്തരം നൽകണമെന്ന്. രണ്ടാമത് അല്ലാഹ് പറഞ്ഞു, നിങ്ങൾ അറിയണം, നിങ്ങളുടെ ഹൃദയത്തിനും നിങ്ങൾക്കുമിടയിൽ അല്ലാഹു തആല മറയിടുന്നുണ്ട്, ആ വിഷയം നിങ്ങൾ അറിയണം. മൂന്നാമത്തെ കാര്യം, നിങ്ങൾ മടങ്ങാനുള്ളത് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിലേക്കാണ്. അള്ളാഹുവിലേക്ക് നിങ്ങൾ മടങ്ങാനുള്ളവരാണ്. പ്രിയമുള്ളവരെ, ഇതിൽ ഒന്നാമത് പറഞ്ഞ അള്ളാഹുവിന്റെ ആ വിഷയം ഒന്ന് ആലോചിച്ച് നോക്കി. അള്ളാഹുവും അവന്റെ റസൂലും നിങ്ങളെ വിളിച്ചാൽ, നിങ്ങൾക്ക് ജീവൻ നൽകുന്നതിലേക്ക് നിങ്ങളെ വിളിച്ചാൽ ആ വിളിക്ക് നിങ്ങൾ ഉത്തരം നൽകണമെന്നാണ്. അഥവാ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനാണോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളാണോ, പൂർണ്ണമായി നിങ്ങൾ അതിന് ഉത്തരം കൊടുക്കണമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിന്റെ കൽപ്പനയാണ്. അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആനിലെ ആയത്ത് ഓതിത്തരുമ്പോ അത് വഹിയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസുകളിൽ ഒരു പാഠം പഠിപ്പിച്ചു തരുമ്പോ അതും നമുക്ക് വഹിയാണ്. പിന്നെ ഇത് രണ്ടും തമ്മിലുള്ള പ്രത്യേകതകൾ എന്താണ്? വിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ വഹിയെ, അത് അള്ളാഹു തആല അവതരിപ്പിച്ചു കൊടുക്കുന്നത്, അത് അള്ളാഹു അതിന്റെ ലഫ്ളുകളും പടച്ചവൻ തന്നെയാണ് അവതരിപ്പിക്കുന്നത്. അത് പാരായണം ചെയ്താൽ അതിന് പ്രതിഫലമുണ്ട്. ഒരു ഹർഫിന് 10 നന്മകൾ അതിന് പ്രതിഫലമുണ്ട്. എന്നാൽ ഹദീസുകളാണെങ്കിൽ അതിന് പാരായണം ചെയ്യുമ്പോൾ 10 നന്മ എന്ന് പറയുന്ന ഒരു ഫളല് അതിനു വേണ്ടി പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. പക്ഷെ അനുസരിക്കപ്പെടാൻ ഖുർആനാണെങ്കിലും ഹദീസുകളാണെങ്കിലും സ്വീകരിക്കപ്പെട്ടേ പറ്റൂ. അള്ളാഹു പറഞ്ഞാലും അള്ളാന്റെ വഹീന്റെ അടിസ്ഥാനത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാലും അതിനോട് അനുസരിക്കേണ്ട സമീപനങ്ങൾ ഒന്നാണ്. വിശുദ്ധ ഖുർആനിലെ 4-ാമത്തെയും സൂറത്തുൻ നിസാ അതിന്റെ 59-ാമത്തെ ആയത്തിൽ അല്ലാഹ് പറയാൻ,
യാ അയ്യുഹല്ലദീന ആമനൂ അത്തിഉല്ലാഹ വഅത്തിഉർ റസൂൽ, അല്ലയോ വിശ്വാസികളായ ആളുകളെ, നിങ്ങൾ അല്ലാഹനെ അനുസരിക്കണേ, അവിടുത്തെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും നിങ്ങൾ അനുസരിക്കണമെന്നാണ്. വഉലിൽ അംരി മിൻകും, നിങ്ങളിൽ കൈകാര്യകർത്താക്കളായ നേതാക്കന്മാരാരുണ്ടോ അവരെയും നിങ്ങൾ അനുസരിക്കണമെന്നല്ലാഹ്. ഇവിടെ ഖുർആൻ ഉപയോഗിച്ച പ്രയോഗം ഒന്ന് പഠിച്ചോക്കെ. യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ വിശ്വാസികളെ, എന്നിട്ട് അല്ലാഹ് പറയാ അല്ലാഹനെ അനുസരിക്കണേ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുസരിക്കണമെന്നാണ്. അല്ലാഹനെയും റസൂലിനെയും അനുസരിക്കണമെന്ന് അറബി ഭാഷയിൽ ഉപയോഗിക്കാൻ അത്തിഉല്ലാഹ വറസൂൽ എന്ന പ്രയോഗം നടത്താം. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറഞ്ഞ പ്രയോഗം എന്താ? ആ ഫിഅലിനെ 2 പ്രാവശ്യം അല്ലാഹു ആവർത്തിക്കുകയാണ്. അത്തിഉല്ലാഹ വഅത്തിഉർ റസൂൽ, അല്ലാഹുവിനെ അനുസരിക്കേണ്ടത് നിരുപാധികമാണ് എന്ന് പറഞ്ഞ അല്ലൊരു കാര്യം ഖുർആനിൽ പറഞ്ഞാൽ ഞാനൊന്ന് ആലോചിക്കട്ടെ, ഞാനൊന്ന് ചിന്തിക്കട്ടെ, എന്റെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഖുർആനോട് ആ സമീപനം വരാൻ പാടില്ല. വഅത്തിഉർ റസൂൽ, ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിങ്ങൾ അനുസരിക്കേണ്ടത് നിരുപാധികമാണ്. എങ്ങനെ? അത് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് ഞാൻ ചിന്തിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടല്ല, നിരുപാധികം അനുസരിക്കണം. എന്നാൽ മൂന്നാമതായി അല്ലാഹു തആല പറഞ്ഞു വഉലിൽ അംരി മിൻകും, നിങ്ങളുടെ നേതാക്കന്മാരെ അനുസരിക്കണമെന്ന് പറഞ്ഞിടത്ത് അല്ലാഹു അത്തിഉ എന്ന് പറയുന്ന പദം അല്ലാഹു ചേർത്ത് പറഞ്ഞില്ല. കാരണം നേതാക്കന്മാരോടുള്ള അനുസരണം എന്ന് പറയുന്നത് നിരുപാധികമല്ല, ഉപാധികളോടുകൂടെയാണ്. അള്ളാഹിനോടുള്ള അനുസരണം നിരുപാധികമാണ്, പ്രവാചകനോടുള്ള അനുസരണം നിരുപാധികമാണ്, നേതാക്കന്മാരോടുള്ള അനുസരണം ഉപാധികളോടുകൂടെയാണ്. അഥവാ അവരെന്ന് ഹക്കിന്റെ മാർഗത്തിലുണ്ടോ അക്കാലം അത്രയും അവരെ നമുക്ക് അനുസരിക്കാം. അവർ സത്യത്തിൽ നിന്ന് വ്യതിചലിച്ചാൽ അവരെ നമ്മൾ അനുസരിക്കേണ്ടതിന്റെ ആവശ്യകതയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് പൂർണ്ണമായ അനുസരണം. പ്രിയമുള്ളവരെ, പ്രവാചകനോടൊരാൾ ഉത്തരം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് അല്ലാഹുവിന് ഉത്തരം കൊടുക്കുന്നതിന് തുല്യമാണ്. അള്ളാന്റെ റസൂലിനോട് അവിടുത്തെ കൽപ്പനകളോട് ഉത്തരം കൊടുക്കുമ്പോ അള്ളാന്റെ കൽപ്പന അനുസരിക്കലാണ്. എന്തുകൊണ്ട്? അള്ളാന്റെ ഖുർആൻ പറയുന്ന വിഷയം എങ്ങനെയാണ്? വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹയ്യുഹാ. ആ പ്രവാചകനുണ്ടല്ലോ മുഹമ്മദ് എന്ന് പറയുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വന്തം ഇഷ്ടപ്രകാരം ഒന്നും പറയാത്ത നബിയാ. ഇൻ ഹുവ ഇല്ലാ വഹയ്യുഹാ. അല്ലാഹുവിൽ നിന്നുള്ള വഹിയല്ലാതെ, അല്ലാഹുവിൽ നിന്നുള്ള ദിവ്യ സന്ദേശമല്ലാതെ സ്വന്തം ഇഷ്ടപ്രകാരം ഒന്നും പറയാത്ത നബിയാണ്. ഒരു സൂചിപ്പൊട്ട് കാര്യം പോലും അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്റെ വക ഇന്നതാണ് എന്ന് പറഞ്ഞ ലോകത്തിന്റെ പ്രവാചകൻ പറഞ്ഞിട്ടില്ല. അദ്ദീനിലൊരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുവോ അള്ളാന്റെ വഹീന്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് ആ പ്രവാചകനെ അനുസരിക്കുമ്പോ അള്ളാഹിനെ അനുസരിക്കലാണ്. ഇപ്പൊ ഖുർആനിലൊരു വിഷയം വന്നാൽ എങ്ങനെ അനുസരിക്കണം? 100% അനുസരിക്കുക. ഇപ്പൊ സഹോദരിമാരോട് വസ്ത്രധാരണത്തിന്റെ ആയത്തിറങ്ങുമ്പോ അവരുടെ മുഖമക്കനകൾ മാറുകൾക്ക് താഴെ താഴ്ത്തിയിട്ടുകൊള്ളട്ടെ എന്ന് വിശുദ്ധ ഖുർആനിന്റെ ആയത്തിറങ്ങുന്നു. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയത്ത് ഓതിക്കൊടുക്കുമ്പോ ആ സദസ്സിൽ പ്രവാചകന്റെ സഹാബ വനിതകൾ ആയത്ത് പഠിച്ചപ്പോ നമ്മൾ എന്താ പറയാ? ആ ആയത്ത് കേട്ട് അവരുടെ വീട്ടിൽ പോയി അവര് ഇനി മുതൽ വസ്ത്രം ധരിക്കും എന്ത് ചെയ്യണം? അവരുടെ മുഖമക്കനകളെ മാറുകൾക്ക് താഴെ താഴ്ത്തിയിടുമ്പോ അത് പരിപൂർണമായ അനുസരണമാണെന്ന് നമ്മൾ പറയും. പക്ഷേ നമ്മൾ ചിന്തിക്കുന്നതിന് മുകളിലാണ് സഹാബ വനിതകൾ. അവർ ആ ആയത്ത് കേട്ട് വീട്ടിലേക്ക് പോകുന്നത് എങ്ങനെയാണെന്നറിയോ? മരത്തിന്റെ ഇലകൾ പറിച്ച് ആയത്തിന്റെ നെഞ്ചിലേറ്റിയിട്ടാണ് അവരുടെ വീടുകളിലേക്ക് അവർ മടങ്ങുന്നത്. അങ്ങനെ അനുസരിക്കുന്നുണ്ട് വിശുദ്ധ ഖുർആനിനെ. ഇനി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞാലോ അവിടെയും 100% അനുസരിക്കുക. ഇമാം തിർമിദി ഉദ്ധരിക്കുന്ന ഹദീസിലെ 3787 നമ്പർ ഹദീസിൽ സ്വർണത്തിന്റെ മോതിരം കയ്യിലണിഞ്ഞൊരു സഹാബി പ്രവാചകന്റെ അടുക്കൽ വന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മോതിരം ഊരിയങ്ങ് വലിച്ചെറിയാൻ ദേഷ്യം കൊണ്ട് പ്രവാചകൻ ചോദിച്ചു, നരകത്തിന്റെ തീക്കനൽ നിന്റെ വിരലിൽ അണിയാൻ നീ ഇഷ്ടപ്പെടുന്നുണ്ടോന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഗൗരവം അവിടെ പ്രകടമായി സംസാരിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പോയപ്പോ മറ്റുള്ള സഹാബത്തൊക്കെ പറഞ്ഞ മോതിരം നീ എടുത്താൽ തംഫിയാവും, അത് നിനക്ക് ഉപകാരപ്പെടാലോ, വിറ്റ് പൈസക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തൂടെ? ആ സഹാബി പറഞ്ഞു, വല്ലാഹ്
അള്ളാഹുവിന്റെ പ്രവാചകന്റെ കരങ്ങളെ കൊണ്ട് വലിച്ചെറിഞ്ഞത് ഇനി എന്റെ കൈകൊണ്ട് ഞാൻ തൊടില്ല, ഇനി എന്റെ കൈകൊണ്ട് ഞാൻ തൊടില്ല. അങ്ങനെയാ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കാനുള്ളത്. കാരണം അല്ലാഹനെ അനുസരിക്കുമ്പോ ആര് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിച്ചു പോയോ അവൻ അല്ലാഹനെയാണ് അനുസരിച്ചത് എന്നാ. മുത്തുനബി ആരെ അനുസരിച്ചു പോയോ അവൻ അല്ലാഹനെയാണ് അനുസരിച്ചിരിക്കുന്നത് എന്നാണ്. അങ്ങനെ റസൂലുള്ളാഹിനെ അനുസരിച്ചാൽ അള്ളാഹിനെ അനുസരിക്കലാണ്. അള്ളാഹ് പറയാത്തൊരു കാര്യം അള്ളാഹിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല. അള്ളാഹിനെ അനുസരിക്കുക, റസൂലുള്ളാഹിനെയും അനുസരിക്കുക. ഇതൊക്കെ പറഞ്ഞിട്ടും ആ 4-ാം അധ്യായത്തിന്റെ 59-ാമത്തെ ആയത്തിന്റെ അവസാനത്തില് അള്ളാഹ് പറഞ്ഞൊരു വിഷയം എന്നറിയോ? ഒരു കാര്യത്തിൽ നിങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ കടന്നു വന്നാൽ, ഒരു കാര്യത്തിൽ നിങ്ങൾക്കിടയിൽ തർക്കമുടലെടുക്കുകയാണോ, ആ വിഷയത്തെ നിങ്ങൾ അല്ലാഹുവിലേക്ക് മടക്കണേ, അവിടുത്തെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് നിങ്ങൾ മടക്കണമെന്നാണ്. തർക്കമുണ്ടെങ്കിൽ അതിന്റെ പരിഹാരം എന്താണ്? അവിടെ ആ വിഷയത്തെ അല്ലാഹുവിലേക്ക് മടക്കാം, ആ വിഷയത്തെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് മടക്കാം. അല്ലാഹു തആല ഈ വിഷയത്തിൽ എന്താ പറഞ്ഞേ? എന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയത്തിൽ എന്നോട് എന്താണ് പഠിപ്പിച്ചത്? ഏത് വിഷയത്തിലും തർക്കമുണ്ടോ അള്ളാഹുവിന്റെ പ്രമാണങ്ങളിലേക്ക് മടങ്ങണമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ നമ്മളോട് പഠിപ്പിച്ചു തരാൻ. നമുക്കറിയാം, വിശുദ്ധ ഖുർആൻ 3 ദിവസത്തിൽ കുറച്ചിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, പാരായണം ചെയ്യാൻ പാടില്ല എന്ന്. അതിന്റെ അർത്ഥം എന്താ? മാന്യമായി പാരായണം ചെയ്യണമെങ്കിൽ 3 ദിവസമെങ്കിലും വേണം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബ 3 ദിവസം കൊണ്ട് ഖുർആൻ ഖത്മ ചെയ്യലുണ്ട്. റമദാൻ വന്നാൽ 5 ദിവസം കൊണ്ട് ഖുർആൻ ഖത്മ ചെയ്യലുണ്ട്. 7 ദിവസം കൊണ്ട് ഖുർആൻ ഖത്മ ചെയ്യുന്നവരുണ്ട്. ഇനി നമ്മളിലേക്ക് നമ്മളും തിരിഞ്ഞൊക്കെ നോമ്പ് 10-22 കടന്നു വരുമ്പോ നമ്മളിൽ എത്ര നമ്മൾ പൂതി അവസാനിപ്പിച്ചിട്ടുണ്ടെന്ന്. എന്നാൽ ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി പല ആൾക്കാരും പറയും 1 ദിവസം കൊണ്ട് തന്നെ ഖുർആൻ മൊത്തം ഓതി തീർത്തിട്ടുണ്ട് എന്നൊക്കെ പറയും. അത് സത്യത്തിൽ ഇമാം ഷാഫിഈ ഖുർആൻ പാരായണം ചെയ്തതല്ല. ഷാഫിഈ ഇമാം പറയാം, ഒരു വിഷയത്തിനെ പറ്റി എനിക്കൊരു ചോദ്യം വന്നു, ആ വിഷയം അള്ളാന്റെ ഖുർആൻ പറഞ്ഞിട്ടുണ്ടോ എന്നറിയാൻ പല ആവർത്തി ഫാത്തിഹ മുതൽ നാസ് വരെ എന്റെ മനസ്സിലൂടെ ഞാൻ ആവർത്തിച്ചു കൊണ്ടുവന്നു എന്ന് ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി. അങ്ങനെ ഒരു വിഷയത്തിനെ പറ്റി ഒരു സംശയം വന്നാൽ അള്ളാന്റെ ഖുർആൻ എന്ത് പറഞ്ഞിട്ടുണ്ട്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞിട്ടുണ്ട് നോക്കി. ആ ഒരു ആദർശത്തിലേക്ക് മടങ്ങാൻ എന്തിനാണ്? ഇദാ ദഅാകും ലിമാ യുഹീകും, നിങ്ങൾക്ക് നല്ല ജീവിതത്തിലേക്ക് നിങ്ങളുടെ ജീവൻ നൽകുന്ന ഒന്നിലേക്ക് ക്ഷണിച്ചാൽ അതേതാണ് ജീവൻ നൽകുന്ന ആദർശമെന്നറിയുമോ? ഇന്നദ്ദാറൽ ആഖിറത ലഹയവാൻ ലൗ കാനൂ യഅലമൂൻ. ആ നല്ല ജീവിതമെന്ന് പറയുന്നത് ദുനിയാവിന്റെ ജീവിതമല്ല, അത് ആഖിറത്തിന്റെ ജീവിതമാണ്, പരലോകത്തിന്റെ ജീവിതമാണ്. അവരൊന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിലെന്നാണ്. അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ, നമ്മളെ പ്രാധാന്യം കൊടുക്കേണ്ടത് ആഖിറത്തിനാണ്. അവിടെ വിജയിക്കണമോ അല്ലാഹനെ അനുസരിക്കണം, അവിടുത്തെ പ്രവാചകനെ അനുസരിക്കണമെന്നാണ്. പക്ഷേ ആളുകൾക്ക് അവിടെയുള്ള പരാജയങ്ങള് എന്നാൽ നിങ്ങൾ പ്രാധാന്യം കൊടുത്തു പോയത് ദുനിയാവിനാണ്. എന്നാൽ എന്നെന്നും ബാക്കിയുള്ളത്, എന്നെന്നും അവശേഷിക്കുന്നതും ആഖിറമാ. എന്നും അവശേഷിക്കാൻ പരലോകയുള്ളൂ. പക്ഷെ നമ്മൾ മറന്നു കളയുന്നത് പരലോകത്തിനെ, നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് മുഴുവനും ദുനിയാവിനാണ്. എന്നാൽ നമ്മൾ വിചാരിക്കും ഈ ആയത്ത് എങ്ങനെ കേൾക്കുമ്പോ അത് അബൂജഹലിനെ പറ്റി പറയുന്ന വിഷയമായിരിക്കും. അവർക്കിറങ്ങിയ ആയത്താൻ അവരിലേക്ക് മാത്രമല്ല, ഖിയാമത്ത് നാൾ വരെയുള്ള മുഅ്മിനീങ്ങൾക്ക് മുഴുവനും പാഠമായിട്ടുള്ളൊരു വിഷയമാണ്. നമ്മുടെ ദുനിയാവിനല്ല, ആഖിറത്തിൽ രക്ഷപ്പെടണമോ അള്ളാഹുവിന്റെ പ്രമാണങ്ങൾ ഉണ്ടായിരിക്കണമെന്നുള്ളതാണ്. അതുകൊണ്ട് അള്ളാഹു ദീനീപരമായി പൂർത്തീകരിച്ച ഇസ്ലാമിന്റെ ആദർശങ്ങളെ അതിനൊരു പുച്ഛമായ മനസ്സോടുകൂടെ നമ്മൾ ഒരിക്കലും സമീപിക്കാൻ പാടില്ല, ഒരു വിഷയങ്ങളോടും കാണാൻ പാടില്ല. ഇപ്പൊ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിച്ചത്
9ാമത്തെ വയസ്സിലാണ് വിവാഹം കഴിച്ച് കൂട്ടിക്കൊണ്ടുവന്നത് പറഞ്ഞാൽ നമ്മുടെ ചില ആൾക്കാരൊക്കെ പറയും അതും കൂടി ഇല്ലെങ്കിണ്ടല്ലോ സൂപ്പറായിരുന്നു. എന്തില്ലെങ്കിൽ റസൂൽ ഒരു 18 വയസ്സുവരൊക്കെ കാത്തുനിന്നിട്ട് കല്യാണം കഴിച്ചിരുന്നെങ്കിൽ നമ്മൾ ആ ചിന്ത പോലും നമ്മുടെ മനസ്സിൽ വരാൻ പാടില്ല. കാരണം എന്താ? അത് അള്ളാന്റെ തീരുമാനം, അള്ളാഹുവിന്റെ വഹിയാണ്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് റസൂലുള്ള ആയിഷ റളിയല്ലാഹു അൻഹ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ആയിഷ ബീവിക്ക് വേറെയും വിവാഹാലോചനകൾ വന്നിരുന്നു. അതിന്റെ അർത്ഥം എന്താ? ആ നാട്ടിൽ നടന്നിരുന്ന ഒരു സിസ്റ്റമാണത്, അതിൽ പ്രശ്നമില്ല. വിവാഹം കഴിപ്പിച്ചു കൊടുത്ത അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല പ്രായത്തിൽ കുറവുള്ള ആയിഷാനെ വിവാഹം കഴിച്ചു കൊടുത്തത് എനിക്കൊരു പ്രയാസമായി എന്ന്. പ്രവാചകന്റെ കൂടെ ജീവിച്ച ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞിട്ടില്ല എനിക്ക് ജീവിതത്തിൽ ഒരു പ്രയാസമായി എന്ന്. അവരുടെ കൂടെ ജീവിച്ച മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല അവരുടെ പ്രായക്കുറവ് എനിക്കൊരു പ്രശ്നമായി എന്ന്. പ്രവാചകന്റെ സ്വകാര്യ ഹദീസുകൾ 2000-ലധികം വരുന്ന ഹദീസുകൾ നമുക്ക് പഠിക്കാൻ പ്രചോദനമായത് ആ വിഷയത്തിലാണ്. അപ്പൊ ഒരിക്കലും മതത്തിന്റെ കാര്യങ്ങളോട് ഒരു നീരസം അത് കുഫറിന്റെ സ്വഭാവങ്ങളാണ്. അതുകൂടി ഇല്ലെങ്കിൽ അങ്ങോട്ട് സൂപ്പറായനെ നമുക്ക് ആരുടെ മുമ്പിൽ തലയുയർത്തി അങ്ങനെയില്ല. അത് അള്ളാഹുവിന്റെ വഹിയാണ്, അള്ളാഹുവിന്റെ തീരുമാനമാണ്. അതിനെ ഉൾക്കൊള്ളുന്നവരാണ് വിശ്വാസികളായ ആളുകൾ എന്നുള്ളതാണ്. അത് എനിക്കതിൽ ഏതെങ്കിലും ഒരു ഹദീസുകളോടൊരു പുച്ഛമോ എനിക്കതിനോടൊരു താല്പര്യമില്ല എന്നൊരു ചിന്താഗതിയോ ഏതെങ്കിലും ഹദീസുകളോട് പരിഹാസത്തിന്റെ ഒരു സ്വരമോ നമ്മളുടെ ഭാഗത്ത് നിന്ന് കടന്നു വരാൻ പാടില്ല. ഈ പരിഹാസത്തിന്റെ സ്വരങ്ങളൊക്കെ എങ്ങനെയാ കടന്നു വരാന്നറിയോ? നമ്മളുടെ മനസ്സുകളിൽ ഒരാശയത്തിന് പറയും അത് മോശമല്ലേ എന്ന് പറഞ്ഞിട്ട് ഈ മോശം നിങ്ങളോട് പറഞ്ഞത് ഹദീസിലാണ് എങ്കിൽ ആ ഹദീസ് സ്വീകരിക്കാൻ പറ്റില്ലല്ലോ. ഈ ചിന്താഗതികളിലൂടെ നമ്മുടെ മനസ്സുകളിലൂടെ ഈ ആശയങ്ങളെ കടന്നു വരുമ്പോ പ്രിയമുള്ളവരെ അത് കുഫറിലേക്കുള്ള കടന്നുകയറ്റമാണെന്ന്. കുഫർ എന്ന് പറഞ്ഞാൽ എല്ലാം പരിപൂർണമായി നിഷേധിക്കല് മാത്രമല്ല, അതിന് ഇന്ന ഹദീസുകൾ എനിക്ക് പറ്റില്ല എന്ന് പറയാൻ, അതെന്റെ ബുദ്ധിക്ക് ഉൾക്കൊള്ളില്ല എന്ന് പറയൽ, അതുപോലും അതിനോടുള്ള നിഷേധം തന്നെയാണ്. ഏതിനോടുള്ള നിഷേധമാണ്? ഷഹാദത്തു കലിമയിൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ റസൂലാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, നമ്മൾ സാക്ഷ്യം വഹിച്ചാലും ശരി ഇല്ലെങ്കിലും അല്ലാഹുവിന്റെ മുത്ത് റസൂൽ അല്ലാഹുവിന്റെ റസൂൽ തന്നെയാണ്. നമ്മുടെ സാക്ഷ്യം വഹിച്ചില്ലാത്തൊരു പ്രവാചകൻ റസൂലില്ലാതിരിക്കും? അല്ല, റസൂലുള്ള സാക്ഷിയാണ്. ആർക്ക് വേണ്ടിയിട്ടാ സാക്ഷ്യം വഹിക്കുന്നത്? നമുക്ക് വേണ്ടിയിട്ടാണ്. മുഹമ്മദ് നബിയെ ഞാൻ അംഗീകരിക്കുന്നുണ്ട്, പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പറഞ്ഞ കാര്യം എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റൂല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പഠിപ്പിച്ച കാര്യം അതിന് പുച്ഛഭാവത്തോടുകൂടെ അല്ലാതെ ഞാൻ അതിനോട് സമീപിക്കില്ല എന്ന് പറഞ്ഞാൽ പ്രവാചകന്റെ ഷഹാദത്തിനോട് നമ്മൾ എതിർക്കുന്ന കാര്യം. ഞാൻ വെറുതെ റസൂലുള്ളാഹിനെ താൻ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അല്ലാഹുവിന്റെ ഖുർആൻ പറയാണ് ഇദാ ജാഅകൽ മുനാഫിഖൂൻ ഖാലൂ നഷ്ഹദു ഇന്നക ലറസൂലുള്ളാഹ്. മുനാഫിഖീങ്ങളായ ആളുകളെ മുത്തുനബിയെ താങ്കളുടെ ചാരത്ത് വരുമ്പോ അവർ പറയുന്നുണ്ട് അങ്ങ് അള്ളാന്റെ റസൂലാണെന്ന് ഞങ്ങൾ സാക്ഷ്യം വഹിക്കുന്നുണ്ട്. പക്ഷെ അള്ള പറഞ്ഞൊരു സാക്ഷ്യമുണ്ട്, വല്ലാഹു യശ്ഹദു ഇന്നൽ മുനാഫിഖീന ലകാദിബൂൻ. മുനാഫിഖീങ്ങളെ കള്ളം പറയുന്നവരാണെന്ന് അള്ളാഹുവും അവർക്കെതിരെ സാക്ഷ്യം വഹിക്കുന്നുണ്ടെന്ന് അള്ളാഹുവിന്റെ ഖുർആൻ തന്നെ വിശദീകരിക്കുകയാണ്. മുനാഫിഖീങ്ങൾ പറഞ്ഞു അങ്ങ് റസൂലാണെന്ന് ഞങ്ങൾ സാക്ഷ്യം വഹിക്കുന്നു. അപ്പൊ അല്ല പറയാ ഇവർ സാക്ഷ്യം വഹിക്കുന്നത് കള്ളമാണെന്ന് അവരുടെ വിഷയത്തിൽ ഞാനും സാക്ഷ്യം വഹിക്കുന്നുണ്ട്. ഇവിടെ എന്താ വിഷയം? പ്രവാചകന്റെ അടുക്കൽ 2 രീതിയിലൂടെ സാക്ഷ്യം വഹിച്ച ആളുകളുണ്ട്. ഒന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള സഹാബ, അവർ ഉൾക്കൊണ്ടിട്ട് സാക്ഷ്യം വഹിച്ചതാണ് അല്ലേ. മുനാഫിഖീങ്ങളോ അവസരത്തിന് വേണ്ടി സാക്ഷ്യം വഹിച്ചതാണ്. അവർക്ക് പറ്റിയ കാര്യത്തിലൊക്കെ ഇങ്ങനെ ഇടകലർന്ന് നിൽക്കുക, പറ്റാത്തതൊക്കെ അവർക്ക് തള്ളിക്കളയാം. പക്ഷെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള സഹാബ നിങ്ങൾ നോക്കിയേ, ഇസ്രാ മിഅ്റാജ് നടക്കുകയാണ്. അപ്പൊ ആളുകൾ വന്നിട്ട് പറയാം നിന്റെ മുഹമ്മദിന് ഭ്രാന്ത് സംഭവിച്ചിരിക്കുകയാണ്. ഇത്രയും മാസത്തെ യാത്ര ദൂരങ്ങളൊക്കെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് ഒരു ദിവസം കൊണ്ട് രാത്രി കൊണ്ട് പോയി വന്നെന്ന് മാത്രമല്ല അവിടെ നിന്ന് 7 ആകാശങ്ങളിലേക്ക് ആകാശാരോഹണം നടത്തി എന്ന് പറയുമ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അത് ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. മുഹമ്മദ് നബി റസൂലെന്ന് ഞാൻ അംഗീകരിക്കണൊക്കെ ഉണ്ട്, പക്ഷെ അതെങ്ങനെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പറ്റും എന്നൊരു സമീപനം അവിടെ കടന്നു വന്നില്ല. അവിടെ നിന്ന് പറഞ്ഞ പ്രവാചകൻ അത് പറഞ്ഞിട്ടുണ്ടോ? എങ്കിൽ അത് സത്യമാണ്.
അത് പറഞ്ഞത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണോ എങ്കിൽ അത് സത്യമാണ്. അതുകൊണ്ട് തന്നെ മുത്ത് നബി വിളിച്ച പേരുണ്ട് സിദ്ദീഖ്, സത്യസന്ധനാണ്. എല്ലാം സാക്ഷ്യപ്പെടുത്തുന്ന സത്യസന്ധനാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്നുള്ളതാണ്. നിങ്ങൾ ആലോചിക്കണം. അപ്പൊ അതുകൊണ്ട് ഞാൻ സാക്ഷ്യം വഹിക്കുമ്പോ എന്റെ പ്രവാചകന്റെ വാക്കുകൾ എന്റെ ജീവിതത്തിലൂടെ പാലിക്കുന്ന അവസ്ഥകളിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ട. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തൊന്ന് നമ്മളോട് പറഞ്ഞാലും അതിന് ഉത്തരം ചെയ്യൽ നമ്മുടെ ബാധ്യതയാണ്. അതിനെതിര് പ്രവർത്തിക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ച കാര്യങ്ങളോട് ഉത്തരം ചെയ്യൽ നമ്മളുടെ ബാധ്യതയാണ്. എതിര് പറയാൻ പാടില്ല. ആ പ്രവാചകൻ കൽപ്പിച്ചതിനോട് പുച്ഛഭാവങ്ങളെ പാടില്ല. ഇപ്പൊ ചില ആളുകളെ കണ്ടില്ലേ, വളരെ നിഷേധിച്ച് ഇങ്ങനെ കടന്നു വന്നിട്ട് അവസാനം വന്ന് പറയാണ്, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച തറാവീഹിനെ അതൊന്നും കാര്യമുള്ളൊരു വിഷയമല്ല, തറാവീഹൊന്നും നിസ്കരിക്കേണ്ട കാര്യമില്ല. നമ്മൾ കേട്ടില്ലേ, ഇസ്ലാമിലെ ഹറാമുകൾ കുറവാണ്. എന്താ ഹറാമ് കുറവാന്ന് പറഞ്ഞാൽ ഈ സംഗീതമൊന്നും പ്രശ്നമാക്കേണ്ട കാര്യമില്ല. കാരണം എന്താ, ഈ മ്യൂസിക്കൽ സംഗീതങ്ങളൊക്കെ അനുവദിക്കേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ ഒരു പെണ്ണിനെ മകളെ നിക്കാഹ് ചെയ്തു കൊടുക്കാൻ വേദിയിൽ അവസരങ്ങളുണ്ട്. പലിശ അനുവദനീയമായ കാര്യം എന്തൊക്കെ പറഞ്ഞ് ഒരു തലക്കൽ ഇങ്ങനെ കടന്നു വരുന്നുണ്ട്. ഈ സംഗീതത്തെ അനുവദനീയമാക്കുന്ന ആളുകളൊന്നും അറിയാതെ പോകുന്ന പല വിഷയങ്ങളുണ്ട്. എനിക്ക് കുറച്ചുകൂടെ ആധികാരികമായിട്ട് പറയാം. കാരണം ഞാൻ ശാസ്ത്രീയ സംഗീതം പഠിച്ച ഒരാളാണ്. അതുകൊണ്ട് കുറച്ചുകൂടെ പറയാം. അതായത് നിങ്ങൾ ആലോചിച്ചു, ഒരു സംഗീതം നമ്മളുടെ മനസ്സിൽ വരുമ്പോ നമ്മളൊക്കെ മുജാഹിദായപ്പോ ഒഴിവാക്കാൻ കുറച്ചൊക്കെ പാടുപെട്ടത് ഈ സംഗീതത്തിന്. കാരണം ഇതിങ്ങനെ അറിയാതെ നാവും ഇങ്ങനെ വന്നോണ്ടിരിക്കും. പൊന്നാനിയിൽ ബഹുമാന്യനായ ഹാരിസ് ബിൻ സലീമിന്റെ ഒരു സംസാരമാണ്. ഞങ്ങള് കോളേജ് സ്റ്റുഡന്റ് ആയിരിക്കുന്ന സമയത്ത് ഒന്നുകൂടെ ഇത് അത്രമേൽ പറ്റൂല എന്നുള്ളൊരു ചലനം ഉണ്ടാക്കാൻ കുറച്ചുകൂടെ സ്വാധീനമായത്. പക്ഷെ ഒന്ന് പറയാം, അള്ളാന്റെ ഖുർആനോട് ബന്ധം സ്ഥാപിച്ചാലല്ലാതെ ഈ സംഗീതങ്ങളെ നമ്മുടെ ഉള്ളിൽ നിന്ന് എടുത്തറിയാൻ കഴിയില്ല. നമ്മുടെ ഒരു സംഗീതത്തിലേക്ക് ഒരാൾ മുഴുകിയാൽ അവൻ അള്ളാനെ മറക്കും, ദുനിയാവിനോട് ഭ്രമം വരും. സ്വാഭാവികമായിട്ട് ഇതിങ്ങനെ മനസ്സുകളിൽ ഉണ്ടായിരിക്കും. എന്നാൽ അതിനേക്കാൾ മാരകമാണ് ഇന്നത്തെ സാഹചര്യം. ഇപ്പൊ കൊറിയൻ സംഗീതം എന്നൊക്കെ പറയുന്നല്ലോ, ഈ അനുവദിച്ചു കൊടുക്കണ ഒരു മാപ്പിളപ്പാട്ടുകാരൻ ചാനൽ പറയാം, എന്റെ മോള് കൊറിയൻ സംഗീതത്തിലാണ് കൂടുതൽ താല്പര്യമുള്ളതെന്നാണ്. അപ്പൊ ഇതിന്റെ അപകടം ഒരു രക്ഷിതാവെന്ന രീതിയിൽ അദ്ദേഹം പറയുന്നില്ല. എന്താണ് BTS ആർമി, എന്താണ് കൊറിയൻ സംഗീതങ്ങള്? അതിന്റെ ഒരൊറ്റ ഉദാഹരണം ഞാൻ പറഞ്ഞാൽ മതി. ഇതിലിങ്ങനെ മുഴുകിയിരുന്ന് രാത്രി 12:30 ഒരു പെൺകുട്ടി സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇടാണ്. നോക്കി, 5-6 പുരുഷന്മാരെന്നെ റാപ്പ് ചെയ്യുന്നത് ഒരു ഭയമായിട്ടല്ല, ഒരു സ്വപ്നമായിട്ടാണ് ഞാൻ കാണുന്നതെന്ന് ഒരു പെൺകുട്ടി എഴുതും. ഈ സംഗീതം എവിടം വരെ ഈ ആർമി ഇവരുടെ സ്വാധീനം ചെലുത്തുന്നുണ്ടെന്ന് നമ്മൾ ആലോചിച്ചാലേ നമുക്കതിന് ഉത്തരം കിട്ടും. പ്രിയമുള്ളവരെ, അത്രക്കും അപകടമായ സ്വർഗാനുരാഗത്തിലേക്ക് ആളുകളെ നയിച്ചു കൊണ്ടുപോകാൻ ഈ ഒരു മേഖലയിലൂടെ സാധിക്കുന്നു എന്നുള്ളത് അതൊരു യാഥാർത്ഥ്യമാണ്. അപ്പൊ ഇങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഇസ്ലാമിലെ ഹറാമ് കുറവാണ്. എല്ലാ കമാനങ്ങളും ഇങ്ങനെ തുറന്നിട്ട് കൊടുത്താൽ അതിനൊക്കെ അത്ര കടുപ്പൊന്നും ഇസ്ലാമിലാവാൻ പാടില്ല, അത്ര സ്ട്രോങ് ഒന്നും മതത്തിലാവാൻ പാടില്ല എന്ന് പറഞ്ഞൊരു കയർ പൊട്ടിച്ചു കൊടുത്താൽ വരുന്ന അപകടങ്ങൾ അത്രമേൽ വലുതാണ് എന്നുള്ളത് കൊണ്ടാണ് പ്രിയമുള്ളവരെ അതിനെ സ്വീകരിക്കുന്ന കാര്യങ്ങളില് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മുഴുവനായി അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറയുന്ന ആളുകളിൽ നിന്ന് എന്നാലെല്ലാം അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പറയാതെ പറഞ്ഞ് തള്ളിക്കളയുന്ന ആളുകളാണ് ഏറ്റവും അപകടകരമായ ആളുകൾ എന്നുള്ളതാണ്. ഇത് ഇടത്തനാട്ടുകരക്കാർ പഠിച്ചില്ലെങ്കിൽ വലിയ അപകടമാണ്. നിങ്ങളുടെ സമൂഹത്തില് നമ്മുടെ ഇടയില് ചില ഹദീസൊന്നും പറ്റൂല എന്ന് പറയുന്ന ആൾക്കാരായിട്ടും സംസാരിച്ചൊക്കെ നിങ്ങൾക്ക് മുത്തുനബീനെ പറ്റോ, ഞങ്ങൾക്ക് മുത്തുനബീനെ പറ്റും, നിങ്ങൾ ഹദീസ് സ്വീകരിക്കോ, ഞങ്ങൾ ഹദീസ് സ്വീകരിക്കും, നിങ്ങൾ ബുഖാരിയുടെ ഹദീസ് സ്വീകരിക്കോ, ബുഖാരിയുടെ ഹദീസ് സ്വീകരിക്കും. പിന്നെങ്ങനെ പറഞ്ഞു വന്നാ പറ്റും, ആ ഹദീസ് പറ്റൂല, ഈ ഹദീസ് പറ്റൂല. എന്താ ബുഖാരി എന്താ മാസുമാണോ, മുസ്ലിം എന്താ മാസുമാണോ എന്ന് ചോദിച്ച ബുഖാരി ഇമാം മാസുമാണെന്ന് നമ്മളാരും പറഞ്ഞിട്ടില്ല, ഇമാം മുസ്ലിം മാസുമാണെന്ന് നമ്മളാരും പറഞ്ഞിട്ടില്ല. പ്രിയമുള്ളവർ, ഇമാം ബുഖാരിക്ക് സ്വഹീഹുൽ ബുഖാരി മാത്രമല്ല, വേറെയും ഹദീസിന്റെ കിതാബുകളുണ്ട്, താരിഖുൽ മുഫ്രദുണ്ട്, ഒരുപാട് ഹദീസിന്റെ ഗ്രന്ഥങ്ങളുണ്ട്. എന്നാൽ പ്രബലമായ ഏറ്റവും സ്വഹീഹ് എന്ന നിദാന ശാസ്ത്രത്തിൽ വിലയിരുത്തിയ ഇന്ന് വരെയുള്ള മുസ്ലിം ലോകം അംഗീകരിച്ചു വന്ന ഗ്രന്ഥങ്ങൾ മാത്രമാണ് അതിന്റെ സിഹത്തോടുകൂടെ പരിഗണിച്ചു വന്നത് എന്നുള്ളത്. അങ്ങനെ സ്വീകരിച്ചു വന്ന ഖുറാസാന്റെ പ്രാന്തപ്രദേശങ്ങളിൽ ഇമാം മുസ്ലിമും ഇമാം ബുഖാരിയും ഇരുന്നിട്ട് ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി ജൂതന്റെ കയ്യിലെ അധാരങ്ങളെ വാങ്ങിയിട്ട് ഉള്ളിലൂടെ കടന്നു വന്ന് തകർത്തതാണെന്ന് പറയുന്ന
ഒരു അവസ്ഥ അള്ളാഹുവിന്റെ ദീനിലില്ല. അതിവർ കടത്തിക്കൂട്ടിക്കൊണ്ടുവന്നതാണ്. രണ്ട് രീതിയിൽ ചേകന്നൂരിസങ്ങളിലൂടെ വന്ന അഹ്ലുൽ ഖുർആൻ എന്ന് പറയുന്ന ഖുർആനിന്റെ ആളുകൾ എന്ന് പറഞ്ഞ് പൂർണ്ണമായി നിഷേധിച്ചവരാണെങ്കിൽ ഞങ്ങൾ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞ് ഉള്ളിലൂടെ പറയാതെ പറഞ്ഞ് തള്ളുന്നവരാണ് ഏറ്റവും മാരകമായി നമുക്കിടയിലൂടെ കടന്നു വന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത്തരം ആളുകളിൽ നിന്ന് മാറി നിൽക്കാൻ, മാത്രമല്ല അള്ളാഹുവിന്റെ കൽപ്പനകളോട് നിഷേധിക്കുന്നതിന് തുല്യമാണ് ഒരു ഹദീസ് എനിക്ക് പറ്റൂല എന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ ഒരു കൽപ്പന നിഷേധിക്കുന്നതിന് തുല്യമായൊരു വിഷയം. പല സംഘടനകളുടെ ആളുകളും ആ വിഷയത്തിൽ ഇങ്ങനെ മത്സരിച്ചുകൊണ്ടിരിക്കാൻ ഞാൻ നിങ്ങളോട് പറയുമ്പോ ഒരുപക്ഷെ നിങ്ങൾ എടത്തനാത്രയോ കോട്ടപ്പള്ളിയോ മനസ്സിലിങ്ങനെ കാണും. നിങ്ങൾ ആലോചിച്ചൊക്കെ ചേകന്നൂരിന് ആദ്യം എടുത്തോ. ചേകന്നൂര് ഖുർആൻ, ആ ഖുർആൻ മാത്രമേ പറ്റുള്ളൂ എന്നുള്ളതും നിസ്കാരം 3 വക്താക്കണം എന്നൊക്കെ പറഞ്ഞ് അതിലൂടെ പിടിച്ചു വന്ന ആളുകളാണ്. അതിൽ നിന്ന് വന്നിട്ട് അതിന്റെ ചുവട് പിടിച്ചിട്ട് പല ഹദീസുകളും പറ്റൂല എന്ന് പറഞ്ഞ ആളുകൾ വന്നു. അവരുടെ കൂട്ടത്തിലൂടെ ചേർന്ന് വന്ന ആളുകളാണ് ഈ അടുത്ത കാലത്തൊക്കെ സോഷ്യൽ മീഡിയയിൽ വല്ലാതെ കണ്ടു തുടങ്ങിയ ഒരു CH മുസ്തഫ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ പലവിധ കോപ്രായങ്ങളുമായി മതത്തിൽ കടന്നു വന്നു. അങ്ങനെ ഓരോ ദിവസങ്ങളും ഓരോന്നിനെയും നിഷേധിച്ച് ഈ നിഷേധത്തിന്റെ വിഷയത്തിൽ മത്സരിച്ചു കൊണ്ടിരിക്കുമ്പോ പ്രിയമുള്ളവരെ, അതിന്റെ അപകടങ്ങളിൽ സമൂഹത്തിൽ കടന്നു വരുന്ന ഒന്നാമത്തെ വിഷയം അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിനെ സംബന്ധിച്ചിടത്തോളം മോശമാണെന്ന് പറയുന്നവരാണ്, മോശമെന്ന് ചിത്രീകരിക്കുന്ന ആളുകളാണ്. അതുകൊണ്ടാണ് അഹ്ലുൽ ഖുർആനിന്റെ ആളുകള് അള്ളാഹുവിന്റെ ഹബീബിന്റെ സ്വഹാബത്തിനെ മോശക്കാരായി ചിത്രീകരിക്കുന്നുണ്ട്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ പേരില് അബൂ ഹുറൈറയുടെ ഹിമാലയൻ നുണകൾ എന്ന് പറഞ്ഞൊരു പുസ്തകം കടന്നു വന്നിട്ടുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ഹിമാലയൻ നുണകൾ എന്ന പേരിൽ ഒരു പുസ്തകം ഇവിടെ ചേകന്നൂര് പുറത്തിറക്കി. ആരുടെ പേരില? പ്രവാചകന്റെ പ്രിയപ്പെട്ട സഹാബി. എന്നാൽ പിന്നീട് കടന്നു വന്ന ആളുകളൊക്കെ ആലോചിച്ച് നോക്കി, അവരും ചില സ്വഹാബത്തിനെ മോശക്കാരായി പറഞ്ഞു. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ പറഞ്ഞ ആളുകളൊക്കെ മഹാനായ മുആവിയ റളിയല്ലാഹുവിന്റെ സ്വഹാബിയാണ്. ആ മുആവിയ റളിയല്ലാഹുവിനെ വരെ ചാരൻ എന്നും അതുപോലെ തന്നെ ഒറ്റുകാരൻ എന്നും അങ്ങനെ ഒരുപാട് കുലംകുത്തികളെന്നും പല പേരുകളിലൂടെ വീട്ടിൽ വളർത്തുന്ന നായ്ക്കൾക്ക് വരെ സ്വഹാബത്തിന്റെ പേരിട്ട് കൊടുത്ത സ്വഭാവങ്ങൾ ഇത്തരം ആളുകളിലൂടെ കാണാൻ സാധിക്കും. നമ്മൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മദീനയുടെ മസ്ജിദ് നബവിയുടെ ഓരത്തെ ടെന്റ് കെട്ടി ജീവിച്ച പട്ടിണിക്കോലങ്ങളാണ്. വരുമാന മാർഗങ്ങൾ ഉണ്ടായിരുന്നില്ല, വേറെ ജോലികളോ തൊഴിലുകളോ ഉണ്ടായിരുന്നില്ല. അള്ളാന്റെ ഹബീബിൽ നിന്ന് ഹിഫ്ള് പഠിച്ചു വന്ന പ്രിയമുള്ളവരെ, രാത്രി 3 പകുത്തു വെച്ച ഒരു ഭാഗം മുഴുവൻ റസൂലിൽ നിന്ന് ഹിഫ്ള് പഠിച്ച് ഒരു ഭാഗം മാത്രം കിടന്നുറങ്ങി, ഒരു ഭാഗം അല്ലാഹ്ക്ക് വേണ്ടി ആരാധനകളിലൂടെ കഴിച്ചുകൂട്ടിയ എത്രത്തോളം എന്നറിയുമോ? ഭക്ഷണമില്ലാതെ പട്ടിണിയിലൂടെ കിടന്നെന്റെ ബോധം പോലും നഷ്ടപ്പെട്ടു പോയെന്നാണ്. ആ രീതിയിലൂടെ ജീവിച്ച പട്ടിണിക്കോലങ്ങളാണ്. ഇന്നും ഉറപ്പിച്ചു പറയാ, ഈ ഓഡിറ്റോറിയത്തിന്റെ മണ്ണിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയതെങ്കിലും അദ്ദേഹത്തിന്റെ ഒരു ഹദീസ് കൈകാര്യം ചെയ്യുമ്പോ അതിന്റെ കോലി മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിലേക്ക് ഒഴുകുന്നുണ്ടെന്നാണ്. അത്ര മഹാരഥനായ സഹാബിയാണ് ഹിമാലയം നുടകണമെന്ന് പറഞ്ഞത്. പ്രിയമുള്ളവരെ, നായ്ക്ക് പോലും അബൂ ഹുറൈറ എന്ന് പേര് നിന്ന രീതിയിൽ ഈ ആളുകൾ മാറിയിട്ടുള്ളതെങ്കിൽ അവർ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുക്കളായി മാറുകയാണ്. സ്വഹാബത്തിനെ നിഷേധിച്ചു തള്ളും, പല സ്വഹാബത്തിനെ അംഗീകരിക്കില്ല എന്ന് പറയും. നിങ്ങൾക്കറിയോ, ഈ അടുത്ത കാലഘട്ടങ്ങളിൽ പ്രവാചകന്റെ ഹദീസുമായി ബന്ധപ്പെട്ട് സ്വഹീഹുൽ ബുഖാരിയുടെ സനദിൽ വന്ന സ്വഹാബത്തിന്റെ പരമ്പര വരെ തള്ളിക്കളഞ്ഞു നമ്മുടെ നാട്ടിലെ ചില സഹോദരന്മാർ. അവരെ ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റൂല എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ കാര്യങ്ങൾ എത്തുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു സ്വഹാബത്തിനെയും. മുആവിയ റളിയല്ലാഹു അൻഹു മോശക്കാരനാണെന്ന് പറയുന്ന ആളുകൾ മുത്തറസൂല് വരെ മദ്ഹ് ചെയ്ത സഹാബിയാണ്. മുത്തറസൂല് വരെ മദ്ഹ് ചെയ്ത സഹാബിയാ മുആവിയ ഇബ്നു അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു. നമ്മുടെ നാട്ടിലെ ആളുകളുടെ മനസ്സിൽ ഈ വിഷമൊക്കെ കയറി വന്നത് ഇപ്പൊ മുആവിയുടെ മകൻ യസീദ്. ഈ യസീദിനെ സംബന്ധിച്ച് യസീദ് മോശക്കാരനാണെന്നും നമ്മൾ വരെ ഉമ്മാര് കുട്ടികൾക്ക് താരാട്ടുപാടി തൊട്ടിലുവാട്ടി കൊടുക്കുമ്പോ അതിൽ വരെ ദുഷ്ടൻ യസീദ് എന്ന് പറഞ്ഞിട്ടാണ് മാപ്പിളപ്പാട്ടുകൾ വരെ. അതിന്റെ ഒരു കാരണം എന്ന് വെച്ചാൽ ഈ കഥാപ്രസംഗത്തിന്റെ ഒരു കാലഘട്ടങ്ങളുണ്ടല്ലോ.
ഈ കഥാപ്രസംഗരുടെ കാലഘട്ടങ്ങളിൽ ഇപ്പോ ഞാൻ 2 കഥാപ്രാസംഗർക്ക് പിന്നണി പാടി. ഒന്ന് പാലപ്പെട്ടി പിന്നെ സൈദിക്കും അതുപോലെ തന്നെ മുള്ളൂർക്കരയിലെ പിന്നെ ബുർഹാനിക്കും 2 പേർക്ക് പിന്നണി പാടി. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാല് ഈ മരിക്കുമ്പോഴും ചിരിക്കുന്ന ഭ്രാന്തി എന്ന് പറഞ്ഞൊരു അത് ആസിയ ബീവിനാണ്. ഫിരോൻ കുത്തുമ്പോ ആസിയ ബീവി ചിരിക്കണം രംഗം. പിന്നെ മറ്റൊരു സംഭവം ഉള്ളത് ഈ ദുൽദുലിന്റെ പടയോട്ടം, അത് ഹൈബറാണ്. പിന്നെ ഈ പറയുന്ന മരുഭൂമിയിലെ ചോര പൈതൽ, അതുപോലെ തന്നെ കത്തുന്ന കർബല, രക്തമുണങ്ങാത്ത കർബല എന്നൊക്കെ പറഞ്ഞ കർബലൻ. ഈ കർബല മുസ്ലിങ്ങളുടെ മനസ്സിൽ കുറെ കള്ളക്കഥകൾ നൽകി സ്വഹാബത്തിനെ മോശമായി ചിത്രീകരിച്ചു. അതിൽ 2 ദിവസത്തെ കഥാപ്രസംഗമാണെങ്കിൽ ആദ്യത്തെ ദിവസം വൈൻഡപ്പ് ചെയ്യുക ജഹദ ഹസൻ റളിയല്ലാഹുവിനെ വെള്ളത്തിൽ വിഷം കലക്കി കൊടുത്ത് കൊല ചെയ്യുന്നതാണ്. സുബഹിന്റെ നേരത്ത് ജഹദ ഈ വെള്ളത്തിൽ വിഷം കലക്കി വെച്ചിട്ടുണ്ട്. ഹസൻ റളിയല്ലാഹുവിന്റെ തഹജ്ജുദ് നിസ്കരിക്കാൻ എടുത്തിട്ട് ഈ വെള്ളം ഇങ്ങനെ കുടിച്ച് നെഞ്ച് തിരുമ്പിയിട്ട് മുസല്ലായിലേക്ക് വീഴുന്ന ഒരു രംഗാണ് പറയാം. അവിടെ ശരിക്കും ആറ്റലായ റസൂലിന്റെ പേരക്കിടങ്ങളാണവർ എന്ന് പറയുന്ന സോങ് കൊടുത്ത് അതിൽ ഓരോ സന്ദർഭത്തിൽ അദ്ദേഹം നെഞ്ച് തിരുമുന്നതും മരണത്തിന്റെ വേദന പടക്കുമ്പോ ഒരു ഹമ്മിങ് കൊടുത്താൽ കേൾക്കണവർ വരെ അറിയാതെ കണ്ണിങ്ങനെ നിറഞ്ഞു പോകും. ഇതെന്തിനാ അവിടെ വൈൻഡപ്പീന്ന് ചോദിച്ചാല് അന്നത് നിർത്തിയിട്ട് ഹുസൈൻ റളിയല്ലാഹുവിന്റെ സഹോദരൻ ഹസന്റെ മരണത്തിന് ജനാസങ്ങനെ അവിടെ കിടത്തി വെച്ചിട്ട് വാപ്പാന്റെ ദുൽഫക്കാർ എന്ന് പറയുന്ന വാളെടുത്ത് പ്രതികാരം ചെയ്യാൻ, കൊന്നവർക്ക് ജഹദയെ കൊണ്ട് ചെയ്യിപ്പിച്ചവർക്ക് പ്രതികാരം ചെയ്യാൻ വാളെടുത്ത് പുറപ്പെടുമ്പോ ഇരുട്ടിന്റെ മറവിൽ നിന്നും അദൃശ്യമായൊരു കൈ ഹുസൈൻ റളിയല്ലാഹുവിന് നേരെ നീണ്ടു വന്നു. ഏതാണ് ആ കൈയെന്നും എന്താണ് നടന്നതെന്നും ഇൻഷാ അല്ലാഹ് നാളെ എന്ന് പറഞ്ഞിട്ടാണ് അന്ന് അവസാനിപ്പിക്കുക. അന്നൊരു കവർ കൊടുത്തുകൂടെ ഫില്ല് ചെയ്തിട്ട് പിറ്റേ ദിവസം കൊണ്ടുവരണം. ഈ 2ാമത്തെ ദിവസം കർബല പറയുമ്പോ, ഹുസൈൻ റളിയല്ലാഹുവിന്റെ മരണം പറയുമ്പോ, അവിടുന്ന് അദ്ദേഹത്തിന്റെ മകൻ സൈനുൽ ആബിദീന്റെ പോരാട്ടങ്ങളെ, അതുപോലെ തന്നെ അക്ബറിന്റെ പോരാട്ടങ്ങളെ പറയുമ്പോ ഷഹർബാന്റെ കയ്യിലെ ചോര പൈതൽ കഴുത്തിലെ കമ്പ് തറച്ച് ഒരു തുള്ളി ദാഹജനമില്ലാതെ പടഞ്ഞു മരിക്കുമ്പോ ഇത് ചെയ്യിപ്പിച്ചവൻ യസീദാണ്, യസീദ് മുആവിയന്റെ മകനാണെന്ന് പറയുമ്പോ മുത്തനബിയുടെ സ്നേഹമുള്ള ഏതൊരാളുടെ മനസ്സൊന്നും ഇങ്ങനെ വറക്കും അല്ലേ? അതിങ്ങനെ വറക്കും. അവസാനം ഹുസൈൻ റളിയല്ലാഹുവിന്റെ തലയോട്ടി അതിന്റെ ദന്തനിരകളിലൂടെ ഇസ്ലാമിന്റെ ഉണ്ടായ യഥാർത്ഥമായ ചരിത്രത്തില് കർബല ഒരു വിഷയം തന്നെയാണ്. അദ്ദേഹത്തിന്റെ ദന്തനിരകളിലൂടെ പ്രിയമുള്ളവരെ കുന്തം കൊണ്ട് ഗവർണർ കുത്തുമ്പോ, കവിൾത്തടങ്ങളിൽ ചുണ്ടുകളിൽ അടിക്കുമ്പോ ജീവിച്ചിരിക്കുന്ന സ്വഹാബത്തിന് പോലും സഹിക്കാൻ കഴിഞ്ഞില്ല. ഗവർണറാണെന്നോ രാജ്യത്തിന്റെ മേലാധികാരികളാണോ നോക്കാതെ ചാടി എഴുന്നേറ്റ് പറഞ്ഞില്ല, അള്ളാഹന്റെ ശത്രു, നീ അടിക്കുന്ന ചുണ്ടുകൾ ഏതാണെന്നറിയുമോ? അള്ളാഹന്റെ ഹബീബ് ചുംബിച്ച ചുണ്ടുകളാണ്, അള്ളാഹന്റെ ഹബീബ് ലാടിച്ച മുഖങ്ങളാണ്. എന്നാൽ നിങ്ങൾക്കറിയോ, ഇത് യസീദ് അറിഞ്ഞിട്ടില്ല. ആ ഗവർണർക്ക് നേരെ നടപടി സ്വീകരിച്ച ആളാണ് യസീദ്. താബീങ്ങളെ കുറ്റം പറഞ്ഞ് സ്വഹാബത്തിനെ കുറ്റം പറഞ്ഞ് സ്വഹാബത്തിനെ മോശമാക്കുക എന്ന ചിന്താഗതികളാണ് ഈ ഹദീസ് നിഷേധത്തിന്റെ ആദ്യ കാലഘട്ടം മുതൽ പലവിധ നിഷേധങ്ങളിലൂടെ കടന്നു വരുന്ന ആളുകളുടെ പ്രവണതകളായി കടന്നു വന്ന് ചെയ്യുന്നുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹുവിനെ കാട്ടുകള്ളനെന്ന് പരസ്യമായി വിളിച്ച നാടാണ് കേരളമെങ്കിൽ അള്ളാഹുവിന്റെ ഹബീബ് പറയാണ്, വലാ തസുബ്ബു അസ്ഹാബി, എന്റെ സഹാബത്തിനെ നിങ്ങൾ ചീത്ത പറയല്ലേ, എന്റെ സഹാബത്തിനെ നിങ്ങൾ ചീത്ത പറയരുത്. മാത്രമല്ല റളിയല്ലാഹു അൻഹും വറദു അൻഹു, അവർ അല്ലാഹു തൃപ്തിപ്പെട്ടവരാണ്, അല്ലാഹു അവരെയും തൃപ്തിപ്പെട്ടതായ ആളുകളാണ്. ആ മഹത്വമുണ്ട്. അതുകൊണ്ടല്ലേ അല്ലാഹുവിന്റെ ഖുർആൻ സഹാബത്ത് അമിതമായി ഭക്ഷണം കഴിക്കുന്നവരാണെന്ന് പരിഹസിച്ചവരോട് കുന്തും തസ്തഖിറൂൻ, നിങ്ങളെ പരിഹസിക്കുകയാണോ എന്ന് പറഞ്ഞ ഖുർആനിന്റെ ആയത്ത് പോലും അവതീർണമായിട്ടുണ്ടെങ്കിൽ അവരെ പരിഹസിക്കാനുള്ള അവകാശമില്ല. എന്നാൽ എന്റെ പ്രിയമുള്ളവർ, ഈ പരിഹാസങ്ങള് സഹാബത്തിൽ മാത്രമല്ല, അള്ളാന്റെ മുത്ത് റസൂലിന്റെ വാക്കുകളിൽ പോലും കടന്നു വന്നിട്ടുണ്ട്. സാർവകാലികമാണ് ഹദീസ് എന്ന് പറഞ്ഞാൽ ഏത് കാലത്തും അള്ളാന്റെ മുത്ത് റസൂലിന്റെ ഹദീസുകളെ സ്വീകരിക്കാൻ സാധ്യമാണ്. പ്രിയമുള്ളവരെ, ഇതിന്റെ പരിഹാസങ്ങളുടെ ആളുകൾ എവിടെ എത്തിയെന്ന് പരിശോധിക്കാൻ. അക്കരെ നിന്നൊരു മണവാളൻ എന്ന് പറഞ്ഞൊരു ഫിലിം ഇറങ്ങി, ടെലിഫിലിം. ആ ടെലിഫിലിം എനിക്ക് ഓർമ്മയുണ്ട്. ട്രെയിനിൽ വരെ വിൽപ്പന ഉണ്ടായിരുന്നു.
നമ്മൾ വിചാരിക്കുക ആരാണ് അതിന്റെ ആള്? ഈ സിനിമാ നടനും അതിന്റെ സംവിധാന മേഖലയിലൊക്കെ ഉള്ള നാദിർ ഷാ എന്ന് പറയുന്ന ഒരു സിനിമക്കാരനാണ് അതിന്റെ പ്രൊഡ്യൂസറായിട്ടും അതിന്റെ അഭിനയത്തിലൊക്കെ ഉണ്ടായിരുന്ന നായകൻ. ഞാൻ പറഞ്ഞത് ഈ സിനിമ ആരിവിടെ ഇറക്കി എന്നുള്ളതാണ്. ആരിറക്കിയ? ഒരു ഇസ്ലാമിക മതസംഘടന, ഒരു മുജാഹിദ് എന്ന ലേബലുള്ള മതസംഘടന. അവർ ഈ സിനിമ ഇറക്കാൻ ഒരു സിനിമാ നടനെ കൊണ്ടുവന്ന്, സിനിമ പ്രൊഡ്യൂസറെ കൊണ്ടുവന്ന്, എന്നിട്ട് എന്താ പറയണമെന്നറിയോ? ഇവിടെ നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന ഒരു ഡോക്ടർ സുബൈർ, അദ്ദേഹത്തിന്റെ പേര് മാറ്റി ഡോക്ടർ സുഹൈർ എന്നാക്കി. എന്നിട്ട് അദ്ദേഹത്തിന്റെ രൂപസാദൃശ്യമുള്ള ഒരാളെ കൊണ്ടുവന്നു, ഒരു നീളം താടി വെച്ചു. എന്നിട്ട് അദ്ദേഹത്തെ ജിന്നിനെ ഒഴിപ്പിക്കുന്ന രീതികളിലൂടെ അഭിനയിപ്പിച്ചു. എന്നിട്ട് അതിൽ ഒരു പല്ലി എങ്ങനെ തൂക്കിപ്പിടിച്ചു. ആ പല്ലിയെ തൂക്കിപ്പിടിച്ചതിന് ഒറ്റയടിക്ക് കൊല്ലണോ, രണ്ടടിക്ക് കൊല്ലണോ എന്ന് പറഞ്ഞിട്ട് പരിഹസിച്ചത് ആരെയാണ്? അല്ലാഹുവിന്റെ ഹബീബിന്റെ മുത്തഫഖുൻ അലൈഹിയായ ബുഖാരിയും മുസ്ലിമും ഉൾക്കൊള്ളുന്ന ഹദീസുകൾക്കപ്പുറത്ത് ഇനി അതൊന്നും നിഷേധിക്കുന്ന ആളുകളോട് ഇന്ന് ആധുനിക ശാസ്ത്രം പോലും സത്യം പറയുന്നു ആ പള്ളിയുടെ വിഷയത്തിലെങ്കിൽ. അതുകൊണ്ടാ പറഞ്ഞത് ഹദീസുകൾ സർവകാലികമാ. അള്ളാന്റെ ഹബീബിനെ ചില മനുഷ്യരുടെ രൂപം കിട്ടിയിട്ട് അള്ളാന്റെ ഹബീബിന്റെ വാക്കിനെ അപഹസിച്ചവരോട്, റസൂലുള്ളാന്റെ വാക്കുകളെ പരിഹസിച്ചവരോട് ഏത് മുത്തുനബിയാ നിങ്ങൾ പരിഹസിക്കുന്നതെന്ന് മറന്നുപോയോ? ആ റസൂലുള്ളാന്റെ കണ്ണ് നിറച്ചവരെ ജൂതന്മാരാണ്. ആ ഹബീബിനെ വേദനിപ്പിച്ചവർ അന്നത്തെ ജൂതന്മാരാണ്. പ്രിയമുള്ളവരെ, ജൂതനും സഹാബിയായി അഭിനയിച്ച പ്രവാചകന്റെ മുന്നിലോട് മുസ്ലിമാണെന്ന് അഭിനയിച്ച് കടന്നു വന്ന് സൽക്കാരത്തിന് വേണ്ടി ക്ഷണിച്ചിട്ട് തന്റെ പ്രിയപ്പെട്ട അനുചരനാണ് ക്ഷണിച്ചത് എന്ന് സന്തോഷത്തോട് അള്ളാഹുവിന്റെ ഹബീബ് കടന്നു വരുമ്പോ ആ റസൂലുള്ളാഹിന്റെ കൈകളെ പിടിച്ച പ്രവാചകന്റെ നെഞ്ചിലൂടെ തവിട്ടിയിട്ട് ഹബീബിന്റെ മുഖത്തിലേക്ക് കാക്കിച്ചു തുപ്പി അള്ളാഹുവിന്റെ റസൂലിനെ ചവിട്ടി റസൂല് താഴെ വീഴുമ്പോ കണ്ണു നിറഞ്ഞൊലിച്ചിട്ടുണ്ട് ലോകത്തിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ. അന്ന് അള്ളാഹ്ക്ക് സഹിക്കാൻ കഴിയുമോ? വിശുദ്ധ ഖുർആനിന്റെ മനോഹരമായ ആയത്തിറങ്ങുകയാണ്. റസൂലേ, നാളെ അവൻ കൈകടിക്കും നബിയേ, യാ ലൈതനീ ഇത്തഖൽതു മഅർ റസൂലി സബീലാ. അല്ലാഹുവിന്റെ ഹബീബിന്റെ കൂടെ ഞാനൊരു മാർഗം സ്വീകരിച്ചിരുന്നെങ്കിലെന്ന് നാളെ അവൻ പറയും നബിയേ. പ്രിയമുള്ളവരെ, റസൂലുള്ളാഹിനെ മോശക്കാരനായി ചിത്രീകരിക്കുമ്പോ ഏതൊക്കെ വാക്കുകൾ അപഹസിച്ചു എന്നറിയുമോ നിങ്ങൾക്ക്? അവിടുന്ന് പ്രവാചകൻ പറയാണ്, മുസ്ലിമിലോടെ ഹദീസുകൾ കാണാ, ഒരു ഈത്തയെങ്ങാനും വെള്ളത്തിലൂടെ വീണുപോയാൽ അതിന്റെ ഒരു ചിറകിൽ നിങ്ങൾക്ക് രോഗമുണ്ടെങ്കിൽ മറുചിറകിൽ ശിഫയുണ്ടേ. പ്രിയമുള്ളവരെ, ഗൂഗിളിന്റെ സൈറ്റുകളിലൂടെ ഫ്ലൈ എന്ന് നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോ അന്ന് മുത്തുനബി 1400 സംവത്സരങ്ങൾക്ക് മുമ്പ് തന്റെ ലാബിലോ ലബോറട്ടറികളിലോ കൊണ്ടുവന്ന് പരിശോധനക്ക് വിധേയമാക്കാതെ അള്ളാന്റെ വഹീന്റെ അടിസ്ഥാനത്തിലൂടെ ഈശകളെ പറയുമ്പോ അത് കേവലം വിത്തിരിപ്പോന്ന് ഞങ്ങളുടെ ബുദ്ധികൾക്ക് യോജിക്കാൻ കഴിയുന്നതല്ല എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞ ആളുകളോട് ഇദാ ഖലല്ലാഹു വറസൂലുഹു അംറാ അയ്യകൂന ലഹുൽ ഖിയറതു മിൻ അംരിഹി. അല്ലാഹുവോ റസൂലോ ഒരു കാര്യം നിങ്ങളുടെ മേലെ വിധിച്ചു കഴിഞ്ഞാൽ സ്വന്തം ഇഷ്ടപ്രകാരം തീരുമാനം പറയാ നിങ്ങൾക്ക് അനുവദനീയമല്ല. കേവലം മനുഷ്യന്റെ ബുദ്ധിയാണോ ദീനെന്ന് നിങ്ങൾ ചിന്തിക്കുമെന്നെങ്കിൽ മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയാണ്, ദീനെങ്ങാനും അഖലിന്റെ മേലെ സ്ഥാപിതമായിരുന്നുവെങ്കിൽ നിങ്ങളുടെ ഹുഫകൾക്ക് മേലെ ശുഭകൾക്ക് മേലെ നിങ്ങൾ തടവുന്നത് അതിന്റെ അടിയിലാകുമായിരുന്നില്ലയോ? മനുഷ്യന്റെ ബുദ്ധി വെച്ചിട്ടാണ് ഹുഫയുടെ മേലെ തടവുന്നെങ്കിൽ അടിയിലാണ് തടവേണ്ടത്. പക്ഷെ അള്ളാന്റെ വഹി എന്താണ്? അതിന്റെ മുകളിൽ, അതിന്റെ മുകളിൽ തടവാനാണ് അള്ളാന്റെ വഹിയുള്ളത്. അതുകൊണ്ട് കേവലം നമ്മുടെ ബുദ്ധിക്കൊന്നും അതിനെ വിലയിരുത്തപ്പെടാൻ. ഇത്ര ആലോചിച്ചാൽ മതി.
ഞാനെന്ന് പറയുന്ന ഇടത്തനാട്ടുകാരിക്കൽ സാധാരണക്കാരനായ ഒരു മനുഷ്യന്റെ തലച്ചോറ്, അതിനേക്കാൾ 10% കുറവുള്ള ഒരു സഹോദരിയുടെ തലച്ചോറ്, നിങ്ങൾ ദേഷ്യപ്പെടണ്ട കേട്ടോ, അള്ളാന്റെ ദീന, 10% വലിപ്പം കുറവുള്ള ഒരു സ്ത്രീയുടെ തലച്ചോറ്, നമ്മുടെ ഇത്തിരി പോകുന്നൊരു ബുദ്ധിക്ക് അള്ളാന്റെ ഇൽമൊക്കെ എനിക്ക് അപഗ്രഹിക്കാൻ കിട്ടണമെന്ന് പറഞ്ഞാൽ അത് നടക്കും. കാരണം മനുഷ്യന്മാരെ ചിന്തിച്ചാൽ പലരിക്ക ഒരു തിളങ്ങുന്നൊരു കല്ല് ഒരു സാധാരണക്കാരന്റെ കയ്യിൽ കിട്ടിയാലേ, ഒരു നാടൻ പയ്യനാണെങ്കിൽ അവൻ ആ കല്ലെടുത്തോണ്ട് ഒരു പക്ഷെ മാങ്ങക്കെറിഞ്ഞെന്ന് വരും. കാരണം അവൻ കല്ല് മനസ്സിലാക്കിയത് അങ്ങനെയാണ്. വേറൊരു അത് മുത്തുകച്ചവടക്കാരനാണെങ്കിൽ അവൻ ആ വഴിക്ക് അതിനെപ്പറ്റി ചിന്തിക്കും. ഒരു ഡിസൈൻ ചെയ്യുന്ന ആളാണെങ്കിൽ കല്ലുകൊണ്ട് ഏതൊരു മെറ്റീരിയൽ ഉണ്ടാക്കാൻ അവൻ ചിന്തിക്കും. നമ്മളുടെ ഓരോരുത്തരുടെയും ചിന്തകളും ബുദ്ധികളും ഒക്കെ വ്യത്യസ്തമാണ്. അപ്പൊ അതിനനുസരിച്ച് അള്ളാന്റെ ബുദ്ധി എനിക്ക് അങ്ങോട്ട് പഠിക്കാൻ കിട്ടണമെന്ന് പറഞ്ഞാൽ അതിങ്ങനെ പറഞ്ഞിട്ട് ആ സംസം എന്തിന് അല്ലാഹു തന്നോ അത് കുടിക്കപ്പെട്ടവൻ വിശ്വാസമില്ല, അങ്ങനൊക്കെ മാറി അങ്ങോട്ട് മാറോ, വിഷം തീണ്ടോ മാറോ എന്നൊക്കെ ചോദിച്ച് പരിഹസിക്കുന്ന ആളുകളോട് പ്രിയമുള്ളവരെ, നിന്ന് കുടിക്കൽ സുന്നത്തായി പഠിപ്പിച്ച സംസമിന്റെ വെള്ളം അതേത് നീയത്തിൽ നിങ്ങൾ കുടിക്കുന്നു, അല്ലാഹു ഒരു വിശ്വാസമുള്ള ആളുകൾക്ക് അത് കുടിക്കാൻ പറ്റും. പക്ഷെ അള്ളാന്റെ ദീനിനെ ഇവിടെയൊക്കെ പരിഹസിച്ചും അപഹസിച്ചും ആ സംസമിന്റെ വിഷയമാണെങ്കിലും അതുപോലെ ഏത് ഹദീസുകളാണെങ്കിലും എന്റെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പറ്റൂല എന്ന് പറയുന്ന രീതികളിലൂടെ തള്ളിക്കളയുന്നത് മഹാ അപകടകരമായ വിഷയം തന്നെയാണ്. അതുകൊണ്ട് പ്രമാണങ്ങളുണ്ടോ? സമീഅനാ വഅത്വഅനാ, ഞങ്ങൾ കേട്ടു, ഞങ്ങൾ അനുസരിച്ചു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ പാതയിൽ ആ മാർഗത്തിലൂടെ ജീവിക്കാൻ നമ്മൾ അവിടെ ശ്രദ്ധേയമാകേണ്ടതുണ്ട്. അതുപോലെ തന്നെ രണ്ടാമതല്ല പറയാണ്, വഅലമൂ അന്നല്ലാഹ യഹൂലു ബൈനൽ മർഇ വഖൽബി, നിങ്ങൾ അറിയണേ നിങ്ങളുടെ ഹൃദയത്തിനും നിങ്ങൾക്കും ഇടയിൽ അല്ലാഹു മറിച്ചിടുന്നതാണ്. പ്രിയമുള്ളവരെ, ഗൗരവത്തോടെ ചിന്തിക്കാൻ. ഖൽബെന്ന് പറഞ്ഞാൽ ഹൃദയമെന്ന് പറയുന്നത് മാറി മറിയുന്നതാണ്. ഹൃദയമെന്നുള്ളത് ഇപ്പൊ തോന്നിയതല്ല, കുറച്ചു കഴിഞ്ഞാൽ തോന്നുന്നത്. യുസ്ബിഹുർ റജുലു മുഅ്മിനാ ഒരു മനുഷ്യൻ പ്രഭാതത്തിലോടെ മുഅ്മിനാണ്, പക്ഷെ വൈകുന്നേരത്തിൽ കാഫിറായി മാറുകയാണ്. ഒരുപക്ഷെ വൈകുന്നേരം മുഅ്മിനായവൻ രാവിലെ കാഫിറാവുകയാണ്. പ്രിയമുള്ളവരെ, ഹദീസ് നിഷേധമെന്ന് പറയുന്ന മഹത്തായ അപകടങ്ങളോ നിമിഷ നേരങ്ങളെ കൊണ്ട് മാറി മറിയാ ചേകന്നൂരിന്റെ മഹാവിപത്ത് നാടുകളിലൂടെ കടന്നു വന്നപ്പോ ഹദീസ് നിഷേധങ്ങളെ പാടില്ല എന്ന് പറഞ്ഞ് ശക്തമായി വാദിച്ചിരുന്ന പല ആളുകളോ അതിനുവേണ്ടി തോലിക ചലിപ്പിച്ചവരും പ്രഭാഷണങ്ങൾ നടത്തിയവരും കാലങ്ങൾ കുറച്ചു കഴിഞ്ഞു വന്നപ്പോ ഹദീസ് നിഷേധികളായി മാറിയിട്ടുണ്ടെങ്കിൽ അറിയില്ല അപകടങ്ങൾ എങ്ങനെയാണ് കടന്നു വരുന്നത് എന്ന്. അതുകൊണ്ട് തന്നെ റബ്ബിനോട് ദുആ ചെയ്യാൻ, അല്ലാഹുമ്മ മുസർരിഫൽ ഖുലൂബ് ശർരിഫ ഖുലൂബനാ ഇലാ ത്വാഅതിക, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന അല്ലാഹ്, നിന്നെ അനുസരിക്കുന്ന ഹൃദയമായ എന്റെ ഹൃദയത്തെ മാറ്റണേ റബ്ബേ. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന അല്ലാഹ്, എന്റെ ഹൃദയത്തെ നിന്റെ മാർഗത്തിൽ ഉറപ്പിച്ചു നിർത്തണേ അല്ലാഹ്. റബ്ബനാ ലാ തുസിഅ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ, അല്ലാഹുവേ നേർമാർഗത്തിന് ശേഷം ഞങ്ങളുടെ ഹൃദയത്തെ മാറ്റിമറിക്കില്ല അല്ലാഹ്. കാരണം അല്ലാഹുവിന്റെ മുത്ത് റസൂൽ ഒരു കാരണം പറഞ്ഞു. രാവിലെ പറഞ്ഞ് വൈകുന്നേരം കാഫിറാവുന്ന മനുഷ്യനില്ലയോ, വൈകുന്നേരം മുഅ്മിനായി രാവിലെ കാഫിറാകുന്ന മനുഷ്യനില്ലയോ. യബീഉ ദീനഹു ബിഅർളിൻ മിനദ് ദുനിയാ ഖലീൽ, ഭൗതികമായ തുച്ഛമായ ലാഭത്തിന് വേണ്ടി അള്ളാന്റെ ദീനിനെ വിൽക്കുന്നവരാണ്. അള്ളാന്റെ ദീനിനെ കച്ചവടം ചെയ്യുന്ന ആളുകളാണ്. അവരാണിങ്ങനെ മുഅ്മിനും കാഫിറും മാറി മാറി വരുന്നത് എങ്കിൽ ഹദീസ് നിഷേധത്തിനെ സൂക്ഷിക്കാൻ അല്ലാഹുവേ ഉറപ്പിച്ചു നിർത്തണേ നിന്റെ പ്രവാചകന്റെ മാർഗത്തിലോട്. എന്റെ മുത്ത് നബി എന്നോട് പഠിപ്പിച്ചതാണെന്ന് പറഞ്ഞാൽ സമിഅനാ വഅതഅനാ, കേട്ടോ അനുസരിച്ചു എന്ന് പറയാൻ. ആയത്തിന്റെ അവസാനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് നമ്മളോട് പറഞ്ഞത് വഅന്നഹു ഇലൈഹി തുഹ്ശറൂൻ, നിങ്ങളൊക്കെ മടക്കപ്പെടുന്നതിനിലേക്കാണ്, മടങ്ങാനുള്ളത് റബ്ബിലേക്കാണ്.
അന്ന് കണ്ടുമുട്ടണ്ടേ മുത്ത് റസൂലുള്ളാഹ്. അന്ന് ഏത് സമയത്ത് മരിക്കുമെന്നറിയില്ല. പ്രിയമുള്ളവരെ, പൂർണ്ണമായ ഈമാനോടെ ലോകത്തോട് വിട പറയാ. ഈ ജീവിതങ്ങളെ സ്വീകരിക്കാനുള്ള മനസ്സില്ലെങ്കിൽ നല്ലൊരു മരണത്തിനെ നമ്മൾ പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. കാരണം മരിക്കുന്ന നേരത്തും ആ മനുഷ്യൻ നിഷേധിക്കുമെന്നുള്ളതാണ് ഉലമാക്കൾ അവരുടെ കിതാബുകളിലൂടെ എഴുതി വെക്കുന്ന വിഷയം. എന്താണെന്നറിയോ? സ്ഥിരമായി മദ്യപിക്കുന്ന മനുഷ്യനാണെങ്കിൽ ആ മനുഷ്യനോട് ഒരാള് വന്നിങ്ങനെ തൽക്കീന് ചൊല്ലിക്കൊടുക്കുന്നുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. പക്ഷെ ആ മനുഷ്യൻ പറയുന്ന വാക്കെന്താണെന്നറിയോ? ഇശ്റബ് വസ്കിനി, നിങ്ങൾ കുടിച്ചോ എനിക്കൊന്നൊഴിച്ചതാ എന്ന ഇമാമികളെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ചതുരക്കടിയിലൂടെ ഭ്രാന്തനായ മനുഷ്യനോട് പോലും അല്ലാഹനെ മറന്ന് കളിച്ച മനുഷ്യനാ മരിക്കുന്ന നേരത്തെ തൽക്കീന് ചൊല്ലിക്കൊടുക്കുമ്പോ കിട്ടണില്ല. ആ മനുഷ്യൻ പറയുന്നത് ശക്തിക്കെന്നാണ്. പ്രിയമുള്ളവരെ, ആലോചിക്കേണ്ടതൊക്കെ കിതാബുകളിൽ വന്നതാണെങ്കിൽ മരിക്കണ്ടേ അല്ലാഹുവിന്റെ അടുക്കലേക്ക് മടങ്ങണ്ടയോ? മുത്തനബിയെ കണ്ടുമുട്ടുണ്ടയോ? മഹാനായ സൗബാൻ റളിയല്ലാഹു അൻഹു കടന്നു വരികയാണ്. മുത്തനബിയുടെ മുന്നിൽ സന്തോഷത്തോടുകൂടെ കടന്നു വരുന്ന സൗബാൻ അവിടത്തെ മുഖം ഇങ്ങനെ വാടിക്കണ്ടപ്പോ അല്ലാഹുവിന്റെ ഹബീബ് ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി സൗബാൻ? എന്തേ സങ്കടപ്പെടാനുള്ള കാരണം എന്ത് എന്ന് ചോദിക്കുമ്പോ സൗബാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയേ, ദുനിയാവിൽ അങ്ങേ കാണണമെന്ന് ആഗ്രഹം വരുമ്പോ ഓടി വരാറുണ്ട് റസൂലേ അങ്ങയുടെ മുമ്പില്. നാളെ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞാൽ അങ്ങ് സ്വർഗത്തിലായിരിക്കുമല്ലോ നബിയേ. ഈ സൗബാൻ അല്ലാഹു സ്വർഗം തരുമെന്ന് ഉറപ്പില്ല. അതുകൊണ്ട് ഇതുപോലെ കാണാൻ കഴിയില്ലല്ലോ നബിയേ. ഇനി അഥവാ എനിക്ക് അല്ലാഹു സ്വർഗം തന്നാൽ പോലും അങ്ങ് ഉന്നതമായ സ്ഥാനത്തിലാകുമല്ലോ റസൂലേ. ഇതുപോലെ കാണാൻ പറ്റുമോ നബിയേ? നസലൽ അമീനു മലക്കു ജിബ്രീൽ, അല്ലാഹുവിന്റെ വഹയും കൊണ്ട് ജിബ്രീൽ കടന്നു വരികയാണ്. ഖുർആനിന്റെ മനോഹരമായ ആയത്തിറങ്ങുകയാണ്. വമൻ യുതിഇല്ലാഹ വറസൂല ഫൗലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. ആര് അല്ലാഹുവിനെ അനുസരിക്കുന്നുവോ, അവിടുത്തെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കുന്നുവോ, അവർ നബിമാരുടെ കൂടെ, സിദ്ദീഖീങ്ങളുടെ കൂടെ, ശുഹദാക്കളുടെ കൂടെ, സാലിഹീങ്ങളുടെ കൂടെ അല്ലാഹുവിന്റെ സ്വർഗത്തിലാ. പ്രിയമുള്ളവരെ, മുത്തനബിയുടെ വാക്കെനിക്ക് പുച്ഛമാണെന്ന് പറഞ്ഞാൽ, റസൂലുള്ളാഹിന്റെ വാക്കെനിക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ, ആ റസൂലുള്ളാഹിന്റെ വാക്ക് എന്റെ ബുദ്ധിക്ക് യോജിക്കില്ല എന്ന് പറഞ്ഞാൽ, നാളെ ആ റസൂലുള്ളാഹിനെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്നില്ലയോ? പ്രിയമുള്ളവരെ, ഹൗദുൽ കൗസറിന്റെ മുമ്പിൽ അല്ലാഹുവിന്റെ ഹബീബ് ഇങ്ങനെ കടന്നു വരുമ്പോ ആ റസൂലുള്ളാഹിന്റെ കരങ്ങളിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങിക്കുടിക്കാ പുത്തൻ ആധാരം ചെയ്തവന് സാധ്യമല്ല. അല്ലാഹുവിന്റെ മതത്തിലൂടെ കലർപ്പുണ്ടാക്കിയവന് സാധ്യമല്ല. കുഫ്ർ വന്നോ, നിഷേധങ്ങൾ വന്നോ, അല്ലാഹുവിന്റെ ഹബീബിന്റെ ചാരത്ത് പോലും എത്താനുള്ള സൗഭാഗ്യമില്ല. എന്ത് പറയും മുച്ചു നബിയോട്? നബിയെ, അങ്ങ് പറഞ്ഞതും അങ്ങയുടെ വാക്കുകളും എന്റെ കേവല ബുദ്ധിക്ക് യോജിക്കുന്നതില്ല എന്ന് പറയാൻ പറ്റോ? അതുകൊണ്ട് പ്രിയമുള്ളവരെ, പ്രമാണങ്ങളെ ബുദ്ധി കൊണ്ട് പഠിക്കണേ. പ്രമാണങ്ങൾക്ക് മേലെ നമ്മുടെ ബുദ്ധി വളരണ്ട. നാളെ ഖബറിലേക്ക് ഇങ്ങനെ കടന്നു വരുന്ന സന്ദർഭങ്ങളിലൂടെ പൂർണ്ണമായ ഈമാനോട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു ഈ ലോകത്തോട് വിട പറയുന്ന സന്ദർഭമുണ്ടാവാ. പ്രിയമുള്ളവരെ, വീട്ടിൽ നിന്ന് മയ്യത്തിറക്കുമ്പോ, പ്രിയപ്പെട്ട ഭാര്യ കരയുമ്പോ, ഉമ്മ കരയുമ്പോ, കുടുംബങ്ങൾ സങ്കടപ്പെടുമ്പോ സന്തോഷത്തോടെ ഇറങ്ങാ. കത്തിമോനി കത്തിമോനി, എന്നെ നിങ്ങൾ വേഗത്തിലോട് കൊണ്ടുപോകണേന്ന് പറയാ. മരണത്തിന്റെ വേദന അസഹ്യമായി
കഠിനമായി കടിച്ചുമർത്തുമ്പോ ആയിരം വരുന്ന കത്തികളെ കൊണ്ട് പച്ചയായ ശരീരങ്ങളിലൂടെ വെട്ടിമുറിക്കുന്നതിനേക്കാളും വേദനയുണ്ട് മരണത്തിനെന്ന യാഥാർത്ഥ്യങ്ങളെ കേൾക്കുമ്പോഴോ അല്ലാ അതിനപ്പുറം വരുന്ന അനുഭൂതികൾ ഓർത്തത് മറന്നു പോകുന്ന വിശ്വാസികളോട് കൂട്ടത്തിലെ പെടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നാളെ എനിക്ക് ഈ സങ്കടമില്ല ഫാത്തിമ, ഇന്നത്തെ കഴിഞ്ഞാല് വാപ്പാക്ക് സന്തോഷമാണ് മോളെ എന്ന് പറഞ്ഞ മുത്തനബിയുടെ അധ്യാപനങ്ങൾ എടുക്കാ. ഖബറിന്റെ ലോകം സ്വർഗപൂരിതമാകാ. അവിടെ മലക്ക് വരുമെന്ന് പഠിപ്പിച്ചത് മുത്തനബിയാണ്, ചോദ്യമുണ്ടെന്ന് പഠിപ്പിച്ചത് മുത്തനബിയാണ്, ഇന്ന ഉത്തരങ്ങൾ പറയണമെന്ന് പഠിപ്പിച്ചത് ലോകത്തിന്റെ പ്രവാചകനാണ്. ഒരേ ഒരു വാചകത്തോട് അവസാനിപ്പിക്കട്ടെ നിങ്ങളോട്. ഖബറിലെ ചോദ്യങ്ങളിൽ മൂന്നാമത്തെ ചോദ്യം വരുന്ന മുത്തനബിയെ കാണിച്ചു. ആരാണെന്ന് ചോദിക്കുമ്പോ എന്റെ നബിയാ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയണോ. ആ റസൂലുള്ളാഹിനെ അനുസരിക്കണേ ജീവിതങ്ങളില്, ആ റസൂലുള്ളാഹിനെ പകർത്തണേ ജീവിതങ്ങളില്, മുത്തുനബിയെ ഉൾക്കൊള്ളണേ ജീവിതങ്ങളിലോട്. അള്ളാഹുവിന്റെ പ്രവാചകനെ അംഗീകരിക്കണമെങ്കിൽ ഖുർആനെ സംബന്ധിച്ച് ചോദ്യം വരുമ്പോ ഞാനത് വായിച്ച് വിശ്വസിച്ച് സത്യപ്പെടുത്തി എന്ന് പറയാ. നിഷേധമില്ലാത്ത ജീവിതങ്ങളെ വേണേ, അതല്ലെങ്കിൽ കരയും അല്ലാന്റെ ഭൂമിയില്. എടത്തനാട്ടുകരയിൽ കോട്ടപ്പള്ളയുടെ വിരുമാറിൽ നിന്ന് അതൊന്നും തലക്ക് കൊള്ളൂല, പരസ്യമായി ഞാൻ തള്ളുന്നു എന്ന് പറഞ്ഞ ആളുകള് ഉറപ്പായി അല്ലാന്റെ പ്രമാണമാണ്. ഖബറിൽ വെച്ച് കരയും അറിയൂല, ഈ മുത്തുനബിയെ എനിക്കറിയൂല എന്ന് പറയേണ്ടി വരുമ്പോ ഇത് വഹിയാണ്, കളിയായി തള്ളണ്ട. ഇരുമ്പിന്റെ ചുറ്റിക പോലുള്ള ആയുധം കൊണ്ട് അവരുടെ രണ്ട് കാതുകൾക്കും മധ്യത്തിലൂടെ അടിക്കുമ്പോ അവർ ഭൂമിയിലേക്ക് ആണ്ടുപോകുന്നു എന്ന് മാത്രമല്ല, പൊന്തി വരുമ്പോ വീണ്ടും അവർക്ക് പ്രഹരമാ. ആ ആയുധത്തിന്റെ കനമറിയുമോ നിങ്ങൾക്ക്? അതുകൊണ്ടൊരു പർവ്വതത്തിന്റെ ശിഖരത്തിലാണ് അടിക്കുന്നത് എങ്കിൽ ആ പർവ്വതം പോലും പരിപൂർണമായി മണ്ണായി പോകുമാറ് കനമുള്ള ആയുധമാണെന്ന് പഠിപ്പിച്ചതോ ലോകത്തിന്റെ മുത്താണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പഠിക്കാൻ, ഉൾക്കൊള്ളാൻ, ജീവിതത്തിൽ പകർത്താൻ നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അവന്റെ ജന്നാത്തുൽ ഫിർദൗസിലും അല്ലാഹു നാം ഏവരെയും ഒരുമിച്ച് ചേർക്കുമാറാവട്ടെ. അല്ലാഹുമ്മ റബ്ബന ആതിന ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബ്. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين. السلام عليكم ورحمة الله وبركاته.